بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. കുറച്ചുകൂടി ആള് പുറത്തുണ്ട്, അവരും കൂടി ഇങ്ങോട്ട് കയറ്റാൻ ഒന്നുകൂടി ഒന്ന് മുന്നോട്ടിരുന്നാൽ. صدق الله العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. لكل دين خلق، وخلق الإسلام الحياء. صدق شفيعنا رسول الله صلى الله عليه وسلم. സമാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരിമാരെ, സഹോദരങ്ങൾ, ബഹുമാന്യരായ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ പുതുപ്പറമ്പിൽ വൈജ്ഞാനികമായുള്ള വലിയൊരു മുന്നേറ്റമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ അവരുടെ പേരിലുള്ള ഈ സ്ഥാപന സമുച്ചയം വർഷങ്ങളായി ഈ നാട്ടുകാരുടെയും മറ്റുമൊക്കെ വലിയ ഒരു സ്വപ്നമാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു സ്ഥാപനം നിർമ്മാണം പൂർത്തിയായി കാണാനും ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സേവനങ്ങൾ നിർവഹിച്ച വലിയ വലിയ പണ്ഡിതന്മാരുടെ പേരിലൊക്കെ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിന്റെ പേരിലും അവരുടെ അധ്വാനവും ഇൽമുമൊക്കെ അല്ലാഹു തആല സ്വീകരിച്ചതിന്റെ ഒരു തെളിവായി അവരുടെ നല്ല ഒരു സ്മാരകം പാരത്രിക ലോകത്തേക്ക് ദറജകൾ ഉയരാനുള്ള കാരണമായി സദാസമയത്തും ഇൽമുമായി ബന്ധപ്പെടുന്ന ഒരു വലിയ കേന്ദ്രം കഴിഞ്ഞുപോയ മഹാന്മാരുടെ പേരിലൊക്കെ നിർമ്മിതമായിട്ടു 4 ഇമാമുകളുടെ പേരിലും ഒരുപാട് ഹദീസ് പണ്ഡിതന്മാരുടെ പേരിലൊക്കെ വലിയ സ്ഥാപനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലൊരു സ്വീകാര്യതയാണ് മഹാനരായ അബ്ദുൽ ബാരി ഉസ്താദിനും ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനത്തിനു വേണ്ടി വർഷങ്ങളായി സഹായിക്കുന്ന സഹകരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള സഹോദരീ സഹോദരങ്ങൾ എല്ലാവരുടെയും അധ്വാനവും സഹായവും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജാഫർ തുറാബ് തങ്ങൾ ഉസ്താദും മറ്റു സഹകാരികളായ എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാകട്ടെ. കുറഞ്ഞ സമയം തങ്ങൾ ഉസ്താദ് പറഞ്ഞ പോലെ ദീർഘിച്ച സമയം സംസാരിക്കാൻ കഴിയില്ല. ഒന്ന് ദർസ് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് പോകുന്നതാണ്. നമുക്ക് ഏറ്റവും കാര്യമായിട്ടുള്ളത് ദർസാണ്. വയലും കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു എന്ന് മാത്രം. പ്രധാനം വയലല്ല. അപ്പോൾ സബക്ക് നടക്കാനുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സബക്ക് ഉണ്ടാകും. കുട്ടികൾ ക്ലാസ്സുകളൊക്കെ കുറവുള്ള ദിവസമായതുകൊണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഒഴിവ് നോക്കി വന്നതാണ്. രക്ഷിതാക്കളോട്, സ്ത്രീ സമൂഹത്തോട് പ്രധാനമായും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. അതിലൊന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ ഉമ്മമാരോട് സഹോദരങ്ങളോട് ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, കുടുംബമായി ജീവിക്കുന്ന ഓരോ പെണ്ണും മാതൃകാപരമായ ജീവിതം കാഴ്ചവെക്കണം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അന്യരായിത്തീരും. ഭാര്യയും ഭർത്താവും എന്ന് നമ്മൾ പേര് വിളിക്കുന്ന ഇണകൾ യഥാർത്ഥത്തിൽ ശരിയായ നിലക്കുള്ള സ്നേഹമസൃണമായ പെരുമാറ്റവും ജീവിതവും കാഴ്ച വെച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. സ്വകാര്യമായിട്ട് ആരും കാണാതല്ല. കൂടെ ജീവിക്കുന്ന മക്കളും പേരമക്കളും സ്നേഹജീവിതം എങ്ങനെയെന്ന് ശരിക്കും അനുഭവിച്ചറിയണം. ആ തരത്തിലുള്ള സ്നേഹപെരുമാറ്റങ്ങളൊക്കെ നന്നായി നടക്കണം. ഇത് ബന്ധങ്ങളും കാര്യങ്ങളും ചില സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും വേണ്ടവരോട് കുറവും വേണ്ടാത്തവരോട് കൂടുതലും. അത് സ്നേഹത്തിൻ്റെ കുറവാണ്. നാളുണ്ട് ഒരു മനുഷ്യൻ, അങ്ങനെ പറയാം, അതല്ലേ ഉദാഹരണം പറയാൻ നല്ലത്. അയാൾ സുദീർഘമായി ഫോണിൽ സംസാരിക്കും. കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ ഇത്രയും നേരം ഒരു അരമണിക്കൂർ എടുത്ത് സംസാരിച്ചല്ലോ, ആരാത്ര കാര്യപ്പെട്ട ആള്? നമ്മൾ അടുത്ത ആളാണ്. അദ്ദേഹത്തോട് ചോദിച്ചാണ് ആരാ വിളിച്ചത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കുമല്ലോ നമ്മൾ. വിളിച്ചതിൻ്റെ രഹസ്യം അറിയാനല്ല, കുറേ നേരം സംസാരിക്കുമ്പോൾ. അപ്പോൾ അതൊരു വിഷയം, ഒരു കാര്യം ചോദിച്ച് ഒരാൾ, ഒരു പെണ്ണ് വിളിച്ചതാണ്. അതിന് ജവാബ് പറഞ്ഞാണ് ഇത്രയും നേരം. 10 മിനിറ്റ് കഴിഞ്ഞ് സ്വന്തം ഭാര്യ വിളിച്ചു. അതിന് മറുപടി ഒരു 1/4 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു.
മനസ്സിലാണല്ലേ? 1/4 മിനിറ്റ് കൊണ്ട് കഴിയും. വിശേഷങ്ങൾ ചോദിച്ചതും വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചതും വരാനുള്ളത് ചോദിച്ചതൊക്കെ 1/4 മിനിറ്റ് കൊണ്ട്. ഒരു അന്യ സ്ത്രീ അന്യ പുരുഷൻ വിളിക്കുമ്പോൾ സംസാരിക്കാൻ എന്തൊരു ജറൂറാന്നറിയോ ചില ആളുകൾക്ക്. അപ്പൊ ഞാൻ അങ്ങനെ തസവൂറാക്കി. അപ്പൊ അടുത്ത് കിട്ടിയ പിന്നെ എന്തായിരിക്കും ഹാല്? സംസാരിക്കാൻ തന്നെ എങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹയാഓടെ കരുതി സംസാരിക്കേണ്ട ഒരു ടീമാണ് അന്യര് എന്ന് പറയുന്നത്. അവരോടാണ് ഇപ്പൊ ആ വിശേഷങ്ങൾ മുഴുവനും ചോദിക്കുന്നത്. തറവാട് മുഴുവൻ ചോദിച്ചു. ഞാൻ പറമ്പിന്റെ പേര് ചോദിച്ചോന്ന് അറിയില്ല. എല്ലാ സംസാരങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സംസാരിച്ചിരുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടാണ്. അത്ര നേരം സംസാരിക്കാൻ തങ്ങൾ നേരം വേറെ ആരോടും കണ്ടിരുന്നില്ല. എത്ര നേരം സംസാരിച്ചിരുന്നു? സംസാരിക്കാൻ തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇത് ചില ആണുങ്ങളോട് പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളോട് ആണുങ്ങൾക്കും സംസാരിക്കാൻ തോന്നാത്തത് ബന്ധവും സ്നേഹവും കൽബൊക്കെ വേറെ സ്ഥലത്താണ്. ബോഡി മാത്രം ഇവിടെ, മറ്റേതൊക്കെ വേറെ എവിടെയാണ്. അവരെ കൽബിയായ ഹൃദയപരമായുള്ള ബന്ധങ്ങളൊക്കെ വേറെ സ്ഥലത്താണ്. പൊരേന്ന് ഹലാലായ നിലക്ക് അല്ലാഹു തആല ഹലാലാക്കി കൊടുത്ത് എത്രയും സംസാരിക്കാൻ ആളെ കൊടുത്ത ആള് സലാം പറഞ്ഞു, ആ വലൈക്കും സലാം, ഭക്ഷണം കഴിച്ച്, ആ ഉറങ്ങാനായോ, ആ എന്നാ ശരി, കഴിഞ്ഞു. ഒരു ബന്ധമില്ലാത്ത ഒരാള്, ആണ് പെണ്ണ്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കൂട്ടിക്കോളും. വിളിച്ചാല് നിങ്ങൾ ഏതാണ്, എവിടുന്നാണ്, എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എത്ര മക്കള്, എത്ര പേരക്കുട്ടികൾ, എന്തൊക്കെ ജോലി, കുട്ടികളെ ഓരോരുത്തരും എവിടെ ചേർത്ത് എന്തെല്ലാം ചോദിക്കും. മേൽവിലാസം ചോദിക്കുന്നതിന് വല്ല കണക്കുണ്ടോ? ഈ ഒരു അവസ്ഥ മാറിയെങ്കിലേ സത്യത്തിൽ നമ്മുടെ മക്കൾ ബാപ്പ ഉമ്മയിൽ നിന്നുള്ള സ്നേഹമസൃണമായ പെരുമാറ്റം കണ്ട് ജീവിതം പഠിക്കും. അപ്പോഴാണ് പിന്നെ ആരാന്റെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചു നടുന്ന നമ്മുടെ മകളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളായി വരുന്ന മകളും യഥാർത്ഥ ബന്ധത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ മക്കൾക്ക് ബാപ്പയും ഉമ്മയും സ്നേഹജീവിതം ശരിക്ക് മാതൃകാപരമായി കാണിച്ചു കൊടുക്കും. പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല. എന്താ അപ്പ, എന്താ അമ്മ ഉപ്പ അങ്ങനെ സംസാരിക്കുന്നത്, എന്താ അപ്പ അമ്മ അങ്ങനെ സംസാരിക്കുന്നത്, എപ്പോഴും നിങ്ങളോട് കോപിച്ചുകൊണ്ടാണല്ലോ എന്ന് കുട്ടികൾ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എന്ന് മക്കൾ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ബാപ്പാന്റെ ഇമ്മാന്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട്. ഇത്രയും കൊല്ലായിട്ടോ, രണ്ടാളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 45-50 കൊല്ലമല്ലോ. ക്ഷമിക്കേണ്ടതും സഹിക്കേണ്ടതും വിട്ടുവീഴ്ച ചെയ്യേണ്ടതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് ജീവിച്ചെങ്കിലേ ജീവിതം ജീവിതാകുള്ളൂ. അതുകൊണ്ടാണ് ആണുങ്ങളോട് ആദ്യമായിട്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് നല്ല നിലയിൽ വർത്തിക്കണം. ആണുങ്ങളോടുള്ള കൽപ്പനയാണ്. ആണുങ്ങളെ ചീത്തറെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല, ചിലതിനൊക്കെ ചീത്തയും പറയണം, എന്നാലേ കുറച്ചൊക്കെ നന്നാവുള്ളൂ. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിന്റെ ഭാര്യക്ക് എന്നോട് തീരെ സ്നേഹമില്ലാന്ന് ഒരു ഉസ്താദ് വന്ന് എന്നോട് പരാതി പറഞ്ഞു. മദ്രസാ മാലിന്യമാണ്. മദ്രസാ മാലിന്യം പറഞ്ഞ സാധാ മാലിന്യമൊന്നല്ല. 30 കൊല്ലമായ ദീനിന് ഖിദ്മത്ത് എടുക്കാൻ തുടങ്ങിയിട്ട് സാധാ മാലിന്യമായി കൂട്ടാൻ പറ്റും? അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് എടുക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. ഒരു സങ്കടം പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ട് ഒരു കുട്ടിയെ നിശ്ചയിച്ചിരിക്കുക. 30 വർഷമായി ദീന് ഖിദ്മത്ത് എടുക്കുന്ന ഉസ്താദ് എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഭാര്യയും നിങ്ങളും ഫ്രീ ആയിരുന്ന് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം. ഉസ്താദ് അതിന് ഒഴിവിട്ടില്ല, അതിന് നേരം കിട്ടില്ല, സമയം കിട്ടില്ല. അപ്പൊ രാത്രിയോ? രാത്രി ഞാൻ അടുത്തുമ്പോഴേക്ക് ഏകദേശമൊക്കെ ഉറങ്ങാനായിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ രണ്ടും ഉറങ്ങും. ഏയ് പറ്റൂല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇണ ചേരുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചൊരു ഹദീസുണ്ട്. നമ്മൾ ആണുങ്ങളൊക്കെ പഠിക്കണത് എങ്ങനെയാണ് തങ്ങൾ ഇണ ചേർന്നിരുന്നത്. നാൽക്കാലികളെ പോലെ ഇണ ചേരാൻ പാടില്ല.
നമുക്ക് മുട്ടുന്ന വികാരം നിർവഹിക്കാനുള്ളൊരു കേന്ദ്രബിന്ദുവായി കണ്ടാൽ പോരാ. മനസ്സും ശരീരവും കാര്യവും തമാശയും ഒക്കെ പെരുമാറ്റങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള സംസർഗമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങൾ വരും, അങ്ങനെ കുറച്ചു നേരം സംസാരിക്കും, അടുത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരിക സ്പർശനം നടത്തും. സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബനം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ആശയങ്ങളൊക്കെ പങ്കുവെച്ച് അവരുടെ വിചാരപരമായ ദാഹങ്ങൾ തീർക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ്. അങ്ങനെയാണ്. സംസാരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബനം നടത്താതെ ആശയവിനിമയം നടത്താതെ വേഗം വന്ന് ഇണചേരുന്ന ഒരു സ്വഭാവം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇല്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാം നിങ്ങൾക്ക്? എന്നും ആ ഇണയോട് കൂടെ ജീവിക്കുമ്പോ എന്നും എനിക്ക് ആദ്യരാത്രിയാണ് എന്നൊരു പെണ്ണ് പറയുന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവാണത്. ആദ്യരാത്രി അന്ന് കഴിഞ്ഞു ഉസ്താദേ, അത് ഫസ്റ്റ് ദിവസം കഴിഞ്ഞു. പിന്നെ നമ്മളെ ദാഹം തീർക്കാൻ വേണ്ടിയുള്ള ദാഹശമനി മാത്രം അല്ല, ഒരിക്കലും അല്ല. ആശിറൂഹുന്ന ബിൽ മാറൂഫ്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം, പാലിക്കേണ്ട അതേപോലൊക്കെ പാലിക്കണം, മാറ്റേണ്ടതൊക്കെ മാറ്റണം. അതെല്ലാവരും ആ വിഷയത്തിൽ വരുമ്പോൾ തന്നെ, ഞാനും നിങ്ങളൊക്കെ ഒരേ വിഷയത്തിൽ തന്നെയാണ്. അതിൽ മാറ്റൊന്നുമില്ല. അതില് ഞാനൊരു പരിപാടിയും കഴിഞ്ഞ് രാത്രി എൻ്റെ വീട്ടിലെത്തിയാൽ എൻ്റെ ശരീരം എൻ്റെ ഭാര്യയുടെ അടുത്ത് കിടക്കാൻ പറ്റിയ പാകത്തിലല്ലെങ്കിൽ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിക്കണം. അതെനിക്കുള്ള സുന്നത്താണ്, ആദാബാണ്. അത്തർഭൂഷണം, അവർക്ക് വേണ്ടിയുള്ള സംസാരങ്ങൾ സംസാരിക്കണം. നല്ല കാതലായിട്ട് അവരോട് സംസാരിക്കേണ്ട സ്നേഹഭാഷയിൽ സംസാരിക്കണം. ആണും പെണ്ണും വിട്ടുവീഴ്ച കൂടുതൽ വേണ്ടത് ആരെടുത്ത? നമ്മൾ പറയൂല ആണിന്റെ അടുത്താ വേണ്ടത്, അങ്ങനെ വേണ്ടത്. നമ്മളെ അമ്മക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാനും ഉഷാറാ, ഒന്ന് ലൈക്ക് അടിക്കാനും മെസ്സേജ് ചെയ്താനൊക്കെ എന്താ നമ്മൾ ഹരന്നറിയാം. നമ്മളോടാണ് സ്വഭാവം കാര്യമായി നന്നാക്കാൻ അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും വെറുക്കുന്ന ഒരു സംഗതി കണ്ടെങ്കിൽ അല്ലാഹു പറഞ്ഞ അങ്ങനെയല്ലേ, ഫൈൻ കരിഹ്തുമുഹുന്ന ഫഅസാ അൻ തക്റഹു ഷൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. എന്തെങ്കിലും ഒരു സംഗതി നിങ്ങൾക്ക് മനോവശമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം, അതിൽ അല്ലാഹു ഒരുപാട് ഖൈർ വെച്ചിട്ടുണ്ടാകും, ഒരുപാട് ഖൈർ കണക്കാക്കിയിട്ടുണ്ടാകും. സ്നേഹമസൃണമായ സ്വഭാവത്തെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും സ്നേഹമസൃണമായ പെരുമാറ്റത്തെ പറ്റി ലോകത്ത് വിശദീകരിച്ചത് 4 മക്കളാണ്. അതിലേറ്റവും പ്രധാനമായും ബീവി സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖദീജ റളിയല്ലാഹു അൻഹ ഒരു സമയം ഒഴിവ് കിട്ടുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ കാര്യമായിട്ട് ആ സമയം ചെലവഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കാൻ. തങ്ങൾക്ക് കാര്യമായി പുറത്തൊന്നും പോകാനും മറ്റൊന്നുമില്ലെങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹയോട് ഒപ്പം ഇരുന്ന് സംസാരിക്കാനാണ് ആ സമയം ചെലവഴിക്കുന്നത്. അത് ജീവിതത്തിലെ സ്നേഹബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ കൃത്യമായ നിർവഹണത്തിൽ എന്നും തങ്ങൾ പാലിക്കുന്ന ഒന്നാണ് 9 വീടുകളും കയറി ഇറങ്ങുക എന്നുള്ളത്. എന്നും നമ്മളത് പഠിക്കേണ്ട ഒരു പാടാണിത്. എന്നും 9 വീടുകളും കയറി ഒരു 5-10 മിനിറ്റോ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാനുണ്ടെങ്കിൽ കുടിച്ച് അടുത്ത വീട്ടിലേക്ക് 9 വീടും കയറി ഇറങ്ങും മഗ്‌രിബിന്റെ മുമ്പ് അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ. അതിനുവേണ്ടി കാത്തു നിൽക്കും ഓരോരുത്തരും. തങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ ഫ്രീ ഒന്നും തിരക്കൊന്നുമില്ലേ, 9 ആളും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടും. അതല്ലേ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പോയി നോക്കുമ്പോൾ തങ്ങൾ അന്ന് താമസിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. പക്ഷെ അവിടുന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, എന്താ ഇത്ര ഒച്ചപ്പാട്?
ഞാൻ അങ്ങോട്ട് അടുത്തെത്താറായ നേരത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട ഒരാൾ ആരോ എന്തോ ഒരു ആവശ്യത്തിന് നിങ്ങൾ എഴുന്നേറ്റപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ടു. അപ്പൊ നമ്മളെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട ഉമ്മ പറഞ്ഞു, ഉമർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ 9 ആളും എഴുന്നേറ്റ് അപ്പുറത്ത് ഹിജാബിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നീങ്ങി. 9 ആളും എഴുന്നേറ്റ് പോയി. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഞാൻ കുറച്ചപ്പുറത്തുനിന്ന് ചെറിയൊരു സൗണ്ട് കേട്ടില്ല. നമ്മളെ പോലെ 2 ആളായത്തിന് എത്ര സൗണ്ടാ? 9 ആളില്ലേ? 9 ആളും ഇങ്ങനെ ഇരിക്കുമ്പോ നടുവിൽ ഇരുന്നിട്ട് അവരെ സംസാരമൊക്കെ ശ്രവിക്കാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ ഒരു പെരുമാറ്റം ഒന്ന് ആലോചിക്കും നിങ്ങൾ. ചില ആൾക്കാർക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് കേട്ട് നിൽക്കാനും സംസാരിക്കാനും ഒരു സമയവും ഒഴിവും നമ്മൾ കാണണം. അല്ല, നിങ്ങളെന്താ ഇവിടെ നിൽക്കണം അങ്ങാടിയിൽ? നിങ്ങളിപ്പോൾ അടുത്തുനിന്ന് ഗൾഫിൽ നിന്ന് ആളല്ലേ? അല്ല, അവരൊക്കെ ഒന്ന് ഏകദേശം ഒരു ഉറക്കത്തിലായിക്കോട്ടെ എന്നിട്ട് കരുതിയിട്ട് പോകാന്ന് കരുതിക്കാണ്. അങ്ങനല്ലേ വേണ്ടത്. തിരുത്തണം, അത് വേണം. നമുക്ക് ഫ്രീ കിട്ടുന്ന നല്ല മൂടുള്ള സമയം ഓവാലത്തിലും പാലത്തുമ്പിലും അങ്ങാടിയിലും പെട്ടിപ്പീടിയിലും അവിടെ ഇവിടെയും ചെലവഴിക്കാനുള്ളതല്ല. അത് ഏറ്റവും മനസ്സ് തുറന്ന് സംസാരിക്കാനും സംവദിക്കാനും കഴിയുന്ന ആളുകളോട് അവരോട് വിനിയോഗിക്കാനുള്ളതാണ്. അല്ലാഹു ഹലാലാക്കി തന്നവരോട് നല്ല നല്ല സംസാരങ്ങൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനുള്ളതാണ് മനസ്സ് തുറന്നിട്ട്. നമ്മളെ മനസ്സ് അങ്ങനെ തുറക്കുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ ബന്ധം വേറെ വഴിക്ക് പോകും, നമ്മളെ ബന്ധം വേറെ വഴിക്ക് പോകും. ഭക്ഷണം കഴിച്ച് വളരുന്ന വീട് മാത്രം ഇത്. മാനസിക ബന്ധങ്ങളൊക്കെ പലർക്കും പല രൂപത്തിൽ. അങ്ങനെയാകുമ്പോ ജനിക്കുന്ന മക്കളുടെയും മാനസിക നില തെറ്റും. സ്വാഭാവിക തെറ്റും. അതിൽ പിന്നെ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും കാര്യമില്ല. ബാപ്പാന്റെയും ഉമ്മാന്റെയും മനസ്ഥിതി നന്നായിട്ടില്ലെങ്കിൽ അങ്ങനെയല്ലേ ഉണ്ടാകുക? അങ്ങനെ ഉണ്ടാവും. ബാപ്പയുടെയും ഉമ്മയുടെയും മനസ്സും അവരുടെ സ്വകാര്യവും അവരുടെ ബന്ധവും സുദൃഢമാണെങ്കിൽ മക്കളിലും ഉണ്ടാകും അതേ നിലപാട്, അതേ കാഴ്ചപ്പാടുണ്ടാവും, അതേ സ്നേഹപരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവും. ഇതിൽ മാറ്റം ഉണ്ടാവൂല. ബാപ്പാന്റെയോ ഉമ്മാന്റെയോ സ്നേഹം വഴിമാറി വേറെ വഴിയിലേക്ക് പോകുന്നുണ്ടോ? കുട്ടികൾക്കും ഉണ്ടാവും. അങ്ങനെയാണ് പരിസരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അനുഭവങ്ങൾ, യാഥാർത്ഥ്യങ്ങളൊക്കെ വിളിച്ചു വരുന്നത്. അങ്ങനെയാണ്. അതേ രൂപത്തിലും ഭാവത്തിലുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാ അവിടെ സംസാരിച്ചിരുന്നത്? അത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. അവരുടെ ശബ്ദങ്ങളാണ് കേട്ടിരുന്നത്. നടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു. അപ്പുറത്ത് കുറച്ച് ആളുകളും ഇപ്പുറത്ത് കുറച്ച് ആളുകളും. തങ്ങൾ ആ സംസാരം ഇങ്ങനെ വീക്ഷിക്കും. അരുതാത്ത എന്തെങ്കിലും വാക്കുകൾ വന്നാൽ അപ്പൊ പ്രതികരിക്കും. അങ്ങനെ വേണ്ടെന്ന് പറയും. സംസാരം ഇങ്ങനെ റൂട്ട് മാറിപ്പോകുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ വേണ്ട, അത് വേണ്ട, ആ ലെവലിൽ പോകണ്ട. നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തുടർന്നോളൂ. അവരെ ജീവിതത്തിലെ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നല്ല സ്നേഹമസർണമായ ഭാഷയിൽ. അപ്പൊ ഈ ശബ്ദങ്ങൾ ഇങ്ങനെ ഉയർന്നു. ഇപ്പൊ എന്താ അവർ സംസാരിക്കാതെ ഉള്ളിലേക്ക് പോയി എന്ന് ചോദിച്ചപ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പെട്ട ഒരാള് പറഞ്ഞു, ഉമറേ, നിങ്ങളെ പേടിയാണ്. നിങ്ങളെ പേടിയായതുകൊണ്ട് ഞങ്ങൾ എണീറ്റ് പോയതാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടു കൂടെ ചോദിച്ചു, അത്തഹബുനനി, എന്നെയാണോ നിങ്ങൾ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലല്ലേ ഇവിടെ ഇരിക്കുന്നത്? അല്ലല്ല, അങ്ങനൊക്കെ നിങ്ങൾ പറഞ്ഞാലും നിങ്ങളെ പേടിയാണ്. നിങ്ങൾ ഭയങ്കര കർശന നിലപാടാണ്. നിങ്ങൾ വന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ആയത്തിറങ്ങുമോ എന്നുള്ള പേടിയാണ്. അന്ത അഫല്ലു വഗലത്. ഞങ്ങൾ പുറത്തിങ്ങനെ അങ്ങോട്ട് പോയപ്പോഴും ഹിജാബിന്റെ ഒരു ആയത്തിറങ്ങാനും നിങ്ങൾ, അപ്പുറത്ത് വീടിനോട് ചേർന്നിട്ട് ബാത്റൂമിന്റെ സൗകര്യം ഉണ്ടായി കൊടുക്കണം, അതിനും നിങ്ങൾ തന്നെ ആയത്ത്. നിങ്ങൾ തിരിഞ്ഞാലൊക്കെ ആയത്താണ്. അപ്പൊ പേടിച്ചിട്ട് നിങ്ങൾ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് ഉള്ളിലേക്ക് പോയതാണ്. അന്ത അഫല്ലു വഗലത്, നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആണ് എന്ന് സംസാരിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ഇങ്ങനെ സ്ട്രോങ് ആവാൻ വേണ്ടി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾ അവരോട് ദേഷ്യപ്പെടേണ്ടത് അള്ളാഹു നിങ്ങൾക്ക് തന്നൊരു ബഹുമാനമാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനമാണത്. അത് ഇവർക്ക് മാത്രമല്ലല്ലോ, ശൈത്താന് വരെ നിങ്ങളെ പേടിയല്ലേ. ഇദാ സലക്ത ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജിക്. നിങ്ങളൊരു വഴിക്ക് പ്രവേശിച്ചാൽ ശൈത്താൻ വേറെ വഴിക്ക് പോകും. അതേ വഴിക്ക് വരൂല, പിന്നാലെയും വരൂല, ക്രോസ് ആയിട്ടും വരൂല. രണ്ടും പേടിയാണ്. വേറൊരു വഴി തെരഞ്ഞെടുത്ത് അവൻ പോകും. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനമാണ്. കൂട്ടത്തിൽ ഇതൊരു ബഹുമാനമാണ്. നിങ്ങൾ പേടിക്കണ്ടെന്നാണ്. അപ്പോ ആ വട്ടം കൂടിയിരുന്നുള്ള ആ സംസാരം, ആ സമ്പർക്കം, അത് നമുക്കൊരു മാതൃകയാണ്. കാര്യങ്ങൾ അന്യോന്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു മാർഗം സ്വീകരിച്ച്
മനസ്സ് തുറന്നിട്ടുള്ള സ്നേഹം ഇണകൾ പങ്കുവെക്കണം. കാരണം പരിശുദ്ധ ഖുർആൻ കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം പഠിപ്പിച്ചത് ലിതസ്കുനു ഇലൈഹ എന്നാണ്. ഒന്നാമതായി അള്ളാഹു പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു. ലിതസ്കുനു ഇലൈഹ. എൻ്റെ സഹോദരിമാരോട്, ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ, പ്രയാസങ്ങളും വിഷമങ്ങളും മറ്റുള്ള പരലും മുന്നിൽ ഇറക്കി വെക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം പരിഹാരത്തിന് വേണ്ടി നിർദ്ദേശിക്കേണ്ടതും പറയേണ്ടതും സ്വന്തം ഇണയോടാണ്. അങ്ങനെയുണ്ട്. പുറത്തു പോയിട്ട് പരാതി പറയാനും വിഷമങ്ങൾ പറയാനൊക്കെ ചില സഹോദരിമാർ വളരെ കുശാലാണ്. പക്ഷെ അതൊന്നും സ്വന്തം വീട്ടിലുള്ള കുടുംബനാഥൻ അറിയോ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ പറയേ ഒന്നും ഉണ്ടാവില്ല. ആദ്യം ഇറക്കി വെക്കേണ്ടതും പരിഹാരം തേടേണ്ടതും സ്വന്തം ഇണയോടാണ്. അവരോടാണ് വിഷമാവസ്ഥ ആദ്യം പറയേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വിഷമം അനുഭവിച്ച് മഹദിങ്ങനെ ചാരി ഇരുന്ന് കരയുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അടുത്തിരുന്ന് തങ്ങളിങ്ങനെ ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഊരഭാഗത്തുകൂടെ കൈയിങ്ങനെ പിടിച്ച് ഒന്നിങ്ങനെ അണച്ചുകൂട്ടി പിടിച്ച് അടുത്തിരുന്നിട്ട് ചോദിച്ചു, എന്തിനാ കരഞ്ഞ്? എന്താ വിഷമം? എന്താ പ്രശ്നം? സാധാരണ നമ്മൾ കേൾക്കുന്ന വാക്കെന്താ പറയുക, ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞാണ്. പക്ഷെ കാര്യമായിട്ടൊരു പ്രശ്നമുള്ളത് അവതരിപ്പിക്കേണ്ടത് അവിടെയാണ്. മനസ്സ് തുറന്ന് പറയേണ്ട വിഷയങ്ങൾ പറയാതിരിക്കുമ്പോ നമ്മളോട് കാര്യമൊന്നും പറയുന്നില്ലല്ലോ, ഇനി നമ്മളെന്തിനാ ഓരോ സ്നേഹിക്കുന്നത് എന്ന് ഒരു പക്ഷേ അങ്ങനെയും ഒരു ഭാഷയിൽ ചിന്തിച്ചെന്ന് വരും. അങ്ങനെ ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, എനിക്കൊരു വിഷമം തോന്നിയത് ഞാനിങ്ങനെ കുറച്ചു നേരം കടന്നിട്ട് ഒന്നിങ്ങനെ എഴുന്നേറ്റിരുന്നപ്പോ എൻ്റെ സ്തനങ്ങളിൽ നിന്ന് 1-2 പാൽത്തുള്ളികൾ പുറത്തേക്ക് ഉറ്റി. അപ്പൊ എനിക്ക് തോന്നി, പാൽ കുടിക്കുന്ന സമയത്താണല്ലോ കുട്ടി വഫാത്തായി പോയത്. പാൽ കുടി പ്രായം കഴിഞ്ഞിട്ട് അത് വഫാത്തായിരുന്നെങ്കിൽ ഞാൻ ഇത്ര വിഷമം അനുഭവിക്കേണ്ടില്ലായിരുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ സങ്കടം വന്ന് കരഞ്ഞതാണ്. അത് കേട്ടപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സും വല്ലാതെ ഒരു സങ്കടപ്പെട്ടു പോയി. വല്ലാത്തൊരു വാർത്തയാണല്ലോ ഈ പറഞ്ഞത്. ഇബ്രാഹിം എന്ന് പറയുന്ന ആ കുട്ടി വഫാത്തായതിനെ സംബന്ധിച്ചാണ് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഇന്നലഹു മുർളിഅൻ ഫിൽ ജന്ന. ആ കുട്ടിക്ക് മുലയൂട്ടുന്നൊരു മാതാവുണ്ട് സ്വർഗത്തിൽ. കൂട്ടത്തിൽ തങ്ങൾ ചോദിച്ചു, വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ബീവി പറഞ്ഞു, വേണ്ട, വലാകിന്നി ഉസദ്ദിഖുല്ലാഹ വറസൂല. പറഞ്ഞാൽ തന്നെ വിശ്വസിക്കുന്ന ആളല്ലേ ഞാൻ. സമാധാനായി, കരച്ചിലൊക്കെ മാറി. ബീവിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷങ്ങൾ കണ്ടു, വല്ലാതെ സന്തോഷിപ്പിച്ചു. ഇവിടെ വിഷമാവസ്ഥകൾ വരുമ്പോൾ പരിഹരിക്കാനും പരിഹാരം പറഞ്ഞു കൊടുക്കാനും സമാധാനിപ്പിക്കാനും ഒരു മാർഗം ഇണകളാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കണം. വിഷമാവസ്ഥകൾ ഒരു പക്ഷേ വ്യക്തിപരമായി വരും, കുടുംബപരമായി വരും. കുറച്ചെങ്കിലും സമാധാനം കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങോട്ട് വന്നത്. വീട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെ വാപ്പാന്റെ വക വേറെ, ഉമ്മാന്റെ വക വേറെ. എന്നാ പിന്നെ ഇവിടെ എത്തിയിട്ട് ഭർത്താവിൻ്റെ അടുത്തെങ്കിലും കുറച്ച് സമാധാനം കിട്ടുക ഇവിടെ നോക്കുന്നത്. പിടിച്ചിനേക്കാളും വലുത് മാളത്തിൽ. അങ്ങനെ ആകരുത്. സമാധാനം കൊടുത്ത് കുറച്ചെങ്കിലൊക്കെ മാനസികമായിട്ട് ആരോഗ്യമൊക്കെ ഉണ്ടാക്കി ഒന്ന് മനസ്സ് തുറന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് നല്ല റാഹത്തോടെ ഉറങ്ങണമെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടണം. സമാധാന വാക്കുകൾ നൽകി സന്തോഷിപ്പിക്കണം. വീട്ടിലെത്തിയപ്പോൾ സ്വന്തം ഉമ്മയും സ്വന്തം ഉപ്പയും എന്തോ ഒരു വിഷയത്തിന് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് നമ്മളിവിടെ വന്നപ്പോൾ ആശ്വസിപ്പിച്ച്, സാരില്ല, ബാപ്പല്ലേ, ഒരു 10-60-65 വയസ്സായതല്ലേ, അവരങ്ങനെ വിചാരിച്ചിട്ടാകൂല. ചെറിയൊരു ഷോർട്ട് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോ ഉപ്പയല്ലേ, സാരല്ല, പ്രായം കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും, നിങ്ങൾ വിഷമിക്കണ്ട. ഇനി ഉപ്പ അങ്ങനെ പറഞ്ഞു എന്നുള്ള നിലക്ക് ഉപ്പാനോട് കാര്യമായിട്ട് നിങ്ങൾ മനസ്സിൽ വിഷമം തോന്നണ്ട. അത് പ്രായമുള്ളത് കൊണ്ടല്ലേ, നിങ്ങൾ സന്തോഷത്തോട് പ്രതികരിച്ചാൽ മതി. ഉമ്മയല്ലേ, നമ്മളെ സ്വന്തം ഉമ്മയല്ലേ, എങ്ങനെ ആയാലും നമുക്ക് എപ്പോഴും ദുന്യാവിലും ആഖിറത്തിലും വേണ്ടതല്ലേ, അവരെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്.
സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്. വിഷമകരമായിട്ട് ഒരവസ്ഥ നമ്മളിൽ നിന്ന് ഏൽക്കുമ്പോൾ വീണ്ടും ആ മനസ്സ് ഒന്നുകൂടി മുറിവുള്ളതാണ്. നമ്മുടെ ഇശ്റത്ത്, നമ്മുടെ സഹവർത്തിത്വം പുരുഷന്മാരെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ഉണ്ടാകണം എന്ന വിഷയം ഓരോന്നും ഇങ്ങനെ ഓരോ ഗണ്ണിക നിരത്തിയിട്ട് ഇമാം നസായി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, ഇശ്റത്തുൻ നിസാ. ആശിറുഹുന്ന ബിൽ മഅറൂഫ്, ആണുങ്ങൾ സ്ത്രീകളോട് കാണിക്കേണ്ട സഹവർത്തിത്വം, അതിന്റെ ഓരോ മേഖല വിശദീകരിച്ച് ഞാൻ അതിലെ ഒരു പാർട്ടാണ് പറഞ്ഞത്. മഹബത്ത്, അത് യഥാർത്ഥ രൂപത്തിൽ സംവിധാനിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മുടെ മക്കളും അവരുടെ ഇണകൾ അങ്ങനെ തന്നെ സ്നേഹിക്കും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, ആത്മാർത്ഥമായുള്ള സ്നേഹം. അത് നമ്മളെ നാട്ടിൽ പറഞ്ഞ ചിത്രം ശരിക്കും മനസ്സിലാവും. നമ്മളെ വാപ്പാരും ഉമ്മാരും ശരിക്കും ഒന്ന് തുലനം ചെയ്താൽ മതി. പഴയ കാലത്ത് നമ്മുടെ നാട്ടില് ഒരു മമ്പറും സ്വലാത്ത് എടുക്കുക, അതല്ലേ ഇപ്പോൾ ഒരു കുറച്ച് പഴക്കമുള്ള സ്വലാത്ത്. ബാപ്പ മമ്പറും സ്വലാത്തിന് പോയി വരാൻ കാത്തിക്കാന്ന് കുട്ടിക്കോളും. ഭക്ഷണം കഴിക്കാതെ ആ വീട്ടിൽ ബാക്കിയുള്ളത് ആരായിരിക്കും? ഉമ്മയായിരിക്കും. ഇന്നത്തെ സിറ്റുവേഷൻ എന്താ? ഇന്ന് മെസ്സേജ് അയക്കാണ്, ഇതാ നമ്മുടെ അടുക്കളയിൽ മറ്റേ കുടുക്കന്റെ മേലെ ഇതുണ്ട്, മറ്റേ കുടുക്കന്റെ മേലെ ഇതുണ്ട്, അതെടുത്ത് റെഡിയാക്കിയിട്ട് നിങ്ങൾ കഴിച്ചതിനെ മട്ടം പോലെ ഉറങ്ങിക്കോളി. മെസ്സേജ് കാണിച്ചു തരാം. എനിക്ക് വന്ന മെസ്സേജ് അല്ല, വേറുള്ളവർ വിട്ടു വന്ന മെസ്സേജാണ്. ഞാൻ വീട്ടിലേക്ക് എല്ലാം വരുന്നുണ്ടെന്ന് കാത്തുന്നാൽ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അവര് വരാണ്ടെന്ന് പറയുമ്പോ നമ്മളും കാത്തിരുന്നെങ്കിലേ ഈ കാത്തിരിപ്പ് ഉണ്ടാവുള്ളൂ. നമ്മൾ സ്വന്തം കാര്യം ചിന്താവാധാരണ ഉണ്ടാവില്ല. അത് എന്താ അമ്മ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തത്? എൻ്റെ നാട്ടിലാണ് കൂടുതലൊന്ന് കുറച്ച് പോകണം. അവിടെ വാപ്പൂലി പാപ്പന്റെ ദിക്കറുണ്ട്. വാപ്പൂലി പാപ്പ നേരിട്ട് വന്ന് സ്ഥാപിച്ച ദിക്കർ തന്നെയാണ്. ആ അൽഫ് ദിക്കർ ദഹലിയുള്ള ഇവിടക്കുള്ള ദിക്കർ ഉണ്ടല്ലോ അവിടെ ഉണ്ട്. അപ്പൊ വെള്ളിയാഴ്ച രാവിലെ ആ ദിക്കർ കഴിഞ്ഞ് വാപ്പ വരാൻ വേണ്ടിയിട്ട് ഉമ്മ അങ്ങനെ കാത്തു. ഞങ്ങളോടൊക്കെ ഭക്ഷണം കഴിച്ച് കുട്ടികൾ മക്കൾ കിടന്നുകൂടി അറിയും. ഉമ്മ എന്തെങ്കിലും മാലയോ മൗലൂദോ അങ്ങനെ പോലെ ഔറാദ് ഇങ്ങനെ ചൊല്ലിയിരിക്കും. ഈ ദിക്കർ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ് വരണമെങ്കിൽ തന്നെ മണിക്കൂർ രണ്ട് കൈകളെ ചൊല്ലി വരണ്ടേ. വാപ്പ വരാൻ വേണ്ടി ഭക്ഷണം കഴിക്കാതെ ഉമ്മ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ? അത് ചരിത്രത്തിൽ സത്യത്തിൽ സ്നേഹത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തലമാണത്. നമ്മൾ സ്വഹീഹുൽ ബുഖാരി ഓതുമ്പോൾ തുടക്കത്തിൽ തന്നെ വരുന്ന ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറായിൽ പോയി താമസിച്ച ഹദീസ്. ഹിറാ ഗുഹയിലെ 40 വയസ്സിനോട് അടുക്കുന്ന സമയത്ത് തങ്ങൾ താമസിക്കാൻ പോകുമ്പോൾ 5-6 ദിവസത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോകുമ്പോ പിന്നെന്തിനാ ഖദീജ ബി റളിയല്ലാഹു അൻഹ രാവിലെയും വൈകുന്നേരം പോണത്? എന്തിനാ പോകുന്നത്? 5 ദിവസത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോയില്ലേ, അവിടുന്ന് കഴിച്ചോളൂല്ലേ. പക്ഷെ അത് സ്നേഹം അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ, ഇന്നലെ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, ഇന്നിപ്പോ തങ്ങൾ അവിടെയാണ്, ഭക്ഷണം കഴിച്ചില്ലേ, ഒന്ന് പോയോക്ക്. ആ മഹബത്താണ് വീട്ടിൽ നിന്ന് അത്രയും ദൂരത്തേക്ക് ഇറക്കി വിട്ടത്. 800 മീറ്റർ ഉയരത്തിലുള്ള ആ മലയിലേക്ക് സ്റ്റെപ്പും പടിയൊന്നും ഇല്ലാത്ത, സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, വളഞ്ഞു നിൽക്കുന്ന ആ പാറക്കൂട്ടങ്ങൾ ഭേദിച്ചുകൊണ്ട് 55-ാമത്തെ വയസ്സിൽ മഹദി കയറുകയാണ്. രാവിലെയും കയറുന്നു, വൈകുന്നേരം കയറുന്നു. കയറ്റിയ വിഷയം എന്താണ്? മക്കാരും മുഴുവൻ നോക്കിക്കാണല്ലേ, അവർ പഠിക്കാണ് മഹബത്ത് എങ്ങനെയാണ്. മക്കയിലെ ഓരോ മനുഷ്യനും പഠിക്കാണ് എങ്ങനെയാ മഹബത്ത് എന്ന്. ഖദീജ റളിയല്ലാഹു അൻഹ രാവിലെ പോയ ഖദീജ ബീവിക്ക് പരിശോധിച്ചാറില്ലേ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടോ, എത്ര കഴിക്കുന്ന അളവെന്ന് അറിയില്ലേ. വൈകുന്നേരം വീണ്ടും പോകുന്നു, ഭക്ഷണം ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ചിലപ്പോഴൊക്കെ ഭക്ഷണം കൂടെ കരുതി കൊണ്ടുപോകുന്നു. ആ സ്നേഹമസൃണമായ ആ വരവിനും പോക്കിനുമാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലോകത്ത് ഒരു കുട്ടിക്കും കിട്ടാത്ത സലാമ് സഹോദരിമാരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചതിന്റെ പേരിൽ കിട്ടിയ സലാമല്ലത്. നോമ്പോറ്റതിന്റെ പേരിൽ കിട്ടിയ സലാമല്ല. എന്റെ സഹോദരിമാര് ശരിക്കും മനസ്സ് തുറന്ന് കേൾക്കണം. ആത്മാർത്ഥമായ സ്നേഹമാകണം നിങ്ങൾ നിങ്ങളെ ഇണയെ സ്നേഹിക്കുന്നത്. എങ്കിലേ മക്കളിൽ നിന്ന്, ഇപ്പൊ പലയിടത്തും നോക്ക് നിങ്ങൾ, നല്ല നിലക്കുസ്താതെ അന്വേഷിച്ചു കൊണ്ടുവന്നാണ്, പക്ഷേ അന്വേഷിച്ച് വീട്ടിലെത്തി നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലെന്നു. പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞു, അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഒരു കൊല്ലമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന മരുമകള് എൻ്റെ മകനുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയിട്ടില്ല എന്നറിയുന്നത്. എന്തേ കാരണോ? എന്താ കാരണം? ഇയാൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അംഗവൈകല്യമൊന്നുമില്ല. അവരെ സ്നേഹം, അവരെ കൽബിലുള്ള സ്നേഹം വേറൊരു ഭാഗത്താണ്.
അതെങ്ങനെ അങ്ങോട്ട് പറിച്ചു നട്ടുവന്നു? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാട് നീളെ എല്ലാവരെയും നല്ല നിലക്ക് ഉസ്താദ്മാരെയും മറ്റൊക്കെ വിളിച്ച് നല്ല നിലക്ക് നിക്കാഹും കല്യാണമൊക്കെ നടന്ന് ചെലവുകളൊക്കെ ഇഷ്ടംപോലെ ആ വിഷയത്തിന് വേണ്ടി വന്നു. ഇനിയും ഈ ബാപ്പയും ഉമ്മയും കണ്ണീര് കുടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം ഇവരെ ജീവിതത്തിൽ സ്നേഹം പല ഭാഗങ്ങളിലേക്ക് പോയപ്പോ മക്കളെ സ്നേഹവും പോയി പല ഭാഗങ്ങളിലേക്ക്. ഖദീജ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച അതേ രൂപത്തിൽ തന്നെയല്ലേ 4 മക്കളും ഭർത്താക്കന്മാരെ സ്നേഹിച്ചത്? നിങ്ങൾ നോക്ക്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന ആയത്തിറങ്ങുന്നതിന്റെ മുമ്പ്, സൂറത്തിറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ 2 മക്കളെ കല്യാണം കഴിച്ചിരുന്നത് അബൂലഹബിന്റെ മക്കളാണ്. ഉത്ബയും മുത്തൈബയുമാണ് കല്യാണം കഴിച്ചിരുന്നത്. ആ സൂറത്ത് ഇറങ്ങിയപ്പോ അബൂലഹബ് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഇല്ലം തുതല്ലിഖ ഇബ്നതൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഅസി മിൻ റഅസികുമാ ഹറാം. ആ 2 മക്കളെയും തൊലാക്കല്ലെന്നില്ലെങ്കിലേ ഞാനും നിങ്ങളായിട്ടൊരു ബന്ധമില്ല. ബാപ്പത് പറഞ്ഞപ്പോ മക്കൾ കൊണ്ടുപോയി തൊലാക്കലിൽ ഏൽപ്പിച്ചു. പക്ഷെ തൊലാക്ക് ചൊല്ലി ഏൽപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ഉത്ബയും മുത്തൈബയും പറയുന്നത് തൊലാക്ക് ചൊല്ലേണ്ട മക്കളല്ലത്. ഒരിക്കലും തൊലാക്ക് ചൊല്ലാൻ പറ്റി ഏൽപ്പിച്ചു കൊടുക്കേണ്ട മക്കളല്ല. എന്തേന്ന് ചോദിച്ചു. അത്തരത്തിലൊരു സ്നേഹം നൽകി ജീവിത ഒരു പങ്കാളിയെ ഈ ലോകത്ത് വേറെ കിട്ടൂല. അനുഭവിച്ചിട്ടാണ് ആ പറയുന്നത്. അബൂലഹബിന്റെ 2 മക്കളും സ്നേഹം അനുഭവിച്ചിട്ടാണ് ആ പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി സൈനബ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് ആരാണ്? അബുല്ലാസ് അല്ലേ? അബുല്ലാസ് ബദറിലേക്ക് പോകുമ്പോ അബൂജഹൽ വിളിച്ചിട്ട് പറഞ്ഞു, ആരോട് യുദ്ധം ചെയ്യാനാ പോകുന്നത്? സ്വന്തം അമ്മോശം കാക്കാനോട്. അന്ന് വേറിട്ട നിയമങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് സൈനബിനെ ഒഴിവാക്കിയിട്ട് പോരില്ലേ നല്ലത്? അബുല്ലാസ് പറഞ്ഞു, നിങ്ങൾ വേറെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം, അത് കേൾക്കൂല. വേറെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. സൈനബ് ബീവിയെ ഒഴിവാക്കിയിട്ട് തൊലാക്കല്ലി പോരണം എന്നാണോ പറയുന്നത്? അത് അംഗീകരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. അതെന്തേന്ന് ചോദിച്ചപ്പോ അത്തരത്തിൽ സ്നേഹം നൽകുന്ന ഒരു പെണ്ണിനെ ഹിജാസിൽ എവിടെ എനിക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇണയിൽ നിന്ന് കിട്ടുന്ന സ്നേഹമാണ് ആ പങ്കുവെച്ച് പറയുന്നത്. സഹോദരങ്ങളെ, അബുല്ലാസ് തടവിലാക്കപ്പെട്ടു എന്ന് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നിർദ്ദേശം കിട്ടിയപ്പോ മക്കയിലേക്ക് തടവുകാരെ കുറിച്ച് 2ാമത്തെ ഒരു ഓർഡർ വന്നു, മോചന ദ്രവ്യം കൊടുത്തയച്ചാൽ തടവുകാരെ വിട്ടയക്കാം. ഖദീജ ബീവിന്റെ സ്നേഹം സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ആവർത്തിക്കുന്നത് കണ്ടോ നിങ്ങൾ? കയ്യിലും കാലിലും കാതിലും അരയിലും ഒക്കെ ഉണ്ടായിരുന്ന സർവ്വ പൊന്നും ഖദീജ റളിയല്ലാഹു അൻഹ ചെലവഴിച്ചത് ഒരേ ഒരു വിഷയത്തിന് വേണ്ടിയാണ്. സ്വന്തം ഇണ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയാണ് മൊത്തം ചെലവഴിച്ചത്. അവസാനം കഴുത്തിലണിഞ്ഞിരുന്ന മാല സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ച് അബുല്ലാസിന്റെ കൂടെ പോകുമ്പോ ശരീരത്തിൽ ഒരു ആഭരണം, ഒരു മോതിരം പോലും ഇല്ല. ഈ മാല ഞാനൊന്ന് അയച്ചു മോളെ കഴുത്തിൽ കെട്ടിക്കൊടുത്താലോ എന്ന് ചോദിച്ചു. എന്നാ ശരി, കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചാണ്, മാല ഒന്ന് അയച്ചു കൊടുക്കട്ടെ. അവസാനമുള്ള ഒരു ആഭരണമാണ് ഈ മാല. അങ്ങനെ മകളെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. ഒരു വാള ജീവിതത്തിൽ വേറെ ധരിച്ചിട്ടില്ല, പാദസരമില്ല, കാത് കുത്തിയിട്ടൊരു ആഭരണം ധരിച്ചിട്ടില്ല. കഴുത്തിൽ തന്നെ നമ്മുടെ സഹോദരിമാരെ കഴുത്തിൽ തന്നെ എന്തെല്ലാമാണുള്ളത്? മഹറുമാലൊന്ന് വേറെ, കുടുക്കി കെട്ടി വേറൊന്ന്, അല്ലാത്ത കെട്ടി വേറൊന്ന്, എത്രണ്ണുള്ളത്? ഇതാകെ ഒരു മാല. എല്ലാ ആഭരണങ്ങളും കണക്ക് കൂട്ടിയിട്ട് ഒന്നേ ഉള്ളൂ, ഒരു മാല മാത്രം. അബുല്ലാസിനെ മോചിപ്പിക്കാൻ മാല അഴിച്ച് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അത് കൊടുത്തയച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീവി സൈനബ് റളിയല്ലാഹു അൻഹ. എന്താ ഒരു സ്നേഹം, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആഭരണം എന്ന് പറഞ്ഞാൽ ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ബന്ധമുള്ളതാണ്. എന്ത് കൊടുത്താലും കൊടുക്കാത്തൊരു സംഗതിയാണ് ആഭരണം എന്ന് പറഞ്ഞത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു. എന്ത് കൊടുത്താലും അഴിച്ചു കൊടുക്കാത്തൊന്നല്ലേ ആഭരണം? ആഭരണത്തിന്റെയും അപ്പുറമാണ് യഥാർത്ഥ സ്നേഹം എന്നാണ് സഹോദരിമാരെ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്. ആ ആഭരണം ഇങ്ങനെ പേപ്പർ തുറന്നിട്ട് ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു പോയത്. തങ്ങൾ ആ കരച്ചിൽ ഇങ്ങനെ കണ്ട് സ്വഹാബത്ത് ഒന്ന് ചോദിച്ചു, നബി എന്താ വിഷയം? ഒന്നുമല്ല, ഈ മാല ഇങ്ങനെ കണ്ടപ്പോ എൻ്റെ ഖദീജയെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ള ജീവിതം ഇങ്ങനെ ആലോചിച്ച് തങ്ങളിങ്ങനെ കരഞ്ഞപ്പോ അബുല്ലാസിനെ തടവിലാക്കിയ സ്വഹാബി പറഞ്ഞു,
അബുല്ലാസിനെ മോചിപ്പിക്കുന്ന നബിയെ, മാലയും വേണ്ട, ഒന്നും വേണ്ട, സൗജന്യമായിട്ട് മോചിപ്പിച്ചു തരാം. അബുല്ലാസ് വീട്ടിലെത്തിയിട്ട് സൈനബ് ബീവിനെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. സഹോദരൻ കിനാനെ വിളിച്ചിട്ട് പറഞ്ഞു, കിനാന, നീ ഒരു പ്രൊട്ടക്ഷൻ നൽകിയിട്ട് എൻ്റെ ഭാര്യയെ മദീനയുടെ അതിർത്തിയിലെത്തിക്കണം, അവിടെ അലി റളിയല്ലാഹു അൻഹും കൂട്ടരും കാത്തു നിൽക്കുന്നുണ്ടാകും. ബദർ കഴിഞ്ഞ ഉടനെ സൈനബ് ബീവി നബി തങ്ങളെ മോളാണ്, ഒറ്റക്ക് ഇങ്ങനെ പോകുന്നു എന്ന് കേട്ടപ്പോഴേക്കന്നെ കുറെ ആളുകൾ സൈനബ് ബീവിയെ വന്ന് തടഞ്ഞു, വാഹനം തടഞ്ഞു, പിടിച്ചു വെച്ചു. വാഹനം പിടിച്ച് കുലുക്കിയിട്ട് വാഹനപ്പുറത്തുനിന്ന് മഹദിയെ തള്ളിയിട്ടു. ഗർഭിണിയായിരുന്ന സൈനബിയുടെ ഗർഭം അലസിപ്പോയി. ഇതൊക്കെ അറിഞ്ഞ് വീട്ടിൽ നിന്ന് ഓടി വരുന്ന അബുല്ലാസ് പറയുന്നത്, ജനങ്ങളെ, ഞാൻ നിങ്ങളെ പക്ഷത്തല്ല, എൻ്റെ ഭാര്യയുടെ പക്ഷത്താണ്. എൻ്റെ ഭാര്യക്ക് പരിക്ക് പറ്റിയാൽ അമ്പെത്തുകൊണ്ട് നിങ്ങളെ ഞാൻ തകർക്കും. സ്വന്തം മണികളോടാണ് അബുല്ലാസ് അത് പറയുന്നത്. ജനപക്ഷത്തു നിന്നല്ല സംസാരിക്കുന്നത്, സ്വന്തം ഇണയുടെ പക്ഷത്തു നിന്നാണ്. ഞാൻ നിങ്ങളോടൊപ്പമല്ല, ഞാൻ എൻ്റെ ഇണയോടൊപ്പമാണ്. എൻ്റെ ഇണയെ പോകാൻ അനുവദിക്കണം, ഒന്നും നിങ്ങൾ ചെയ്യരുത്. അബൂ സുഫിയാൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അബുല്ലാസിനെ നമുക്ക് വേണം, നമ്മളെ കൂട്ടത്തിലെ നേതാവാണ്, നിങ്ങൾ ഒന്നും ചെയ്യല്ലേ. തൽക്കാലം രംഗം ശാന്തമാക്കിയിട്ടാണ് സൈനബ് ബീവിയെ പറഞ്ഞയച്ചത്. അല്ലെങ്കിൽ അബുല്ലാസ് അവർ അമ്പയ്യുമായിരുന്നു. ഈ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ മദീനയിലേക്ക് പറഞ്ഞയച്ചെങ്കിലും ഒറ്റക്ക് മക്കത്ത് നിൽക്കാൻ അബുല്ലാസിന് തോന്നിയില്ല. നേരെ പിറ്റേന്ന് അബുല്ലാസ് മദീനയിലെത്തി. അപ്പോഴേക്ക് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയിട്ടുണ്ട്, വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന. മുശ്രിക്കത്തുകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, ഒരു മുഅ്മിനാകുന്നവരെ. വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു. ബഹുദൈവ ആരാധകർക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്, അവർ ഈമാൻ സ്വീകരിക്കുന്നത് വരെ. വേറെ നിയമം ഇറങ്ങിപ്പോയി. അബുല്ലാസ് മദീനയിലെത്തി, സൈനബ് ബീവി എവിടെയുള്ളതെന്ന് അന്വേഷിച്ചിട്ട്. ളുഹുർ നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങുമ്പോൾ സൈനബ് ബീവി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് അബുല്ലാസ് വന്നിട്ടുണ്ട്, ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട് എന്ന് സ്വഹാബിമാരോട് പറയണം. അഥവാ മദീനയിലോ പരിസരത്തോ ഒരു മുശ്രിക്കിനെ കണ്ടാൽ ഒരാളുടെയും അഭയത്തിലല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതികാരം കിട്ടിയെന്ന് വരും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബുല്ലാസ് വന്നിട്ടുണ്ട്, എൻ്റെ മകൾ അഭയം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കേട്ടില്ലേന്ന് വെച്ചു. ജമാഅത്തിൽ പങ്കെടുത്ത മുഴുവൻ സ്വഹാബിമാരോടും. പക്ഷേ മകളോട് പറഞ്ഞു, മോളെ, ഭർത്താവാണ് ശരിയാണ്, പക്ഷേ ഭക്ഷണം കൊടുത്തോളൂ, ഖിദ്മത്തൊക്കെ ചെയ്തോളൂ, ഒപ്പം കഴിയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ അത് വന്ന് പറഞ്ഞ ഉടനെ തന്നെ അബുല്ലാസ് പറഞ്ഞു, ആ തീരുമാനം അറിയാനാണ് ഞാൻ വന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. വേർപിരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അബുല്ലാസ് സ്വഹാബിയായിട്ട് ഈ രൂപത്തിൽ ഒരുമിച്ചതിന്റെ പ്രധാന ഒരു കാരണം ആത്മാർത്ഥമായിട്ട് സൈനബ് റളിയല്ലാഹു അൻഹ പങ്കുവെച്ച സ്നേഹമാണ്. എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നത്, നമ്മുടെ ആത്മാർത്ഥ സ്നേഹം പങ്കുവെക്കാൻ അള്ളാഹു ഹലാലാക്കി തന്നതാണ് നമ്മുടെ ഇണ. ആ ഇണയോട് സംസാരിച്ചും വിഷയങ്ങൾ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തിയും പങ്കുവെക്കേണ്ട രൂപത്തിൽ സ്നേഹം പങ്കുവെക്കണം, ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് എനിക്ക് എൻ്റെ സഹോദരിമാരോട്, ഉമ്മമാരോട് പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം നമ്മളിൽ അത് നിലനിൽക്കണം. അതിൻ്റെ ഇടക്ക് നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ അക്കാദമിയുടെ നിർമ്മാണ നിധി കവർ വളണ്ടിയർമാര്, വനിതാ വളണ്ടിയർമാര് അവിടെ അവരെ വശമുള്ള ബക്കറ്റിൽ അതുണ്ടാകും. അത് നിങ്ങൾ എടുത്ത് വേണ്ട രൂപത്തിൽ നമ്മുടെ അക്കാദമിയെ സഹായിച്ച്, നേരത്തെ തങ്ങൾ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ബാധ്യതകളൊക്കെ കഴിവിൻ്റെ പരമാവധി ഘട്ടം ഘട്ടമായി തീർത്ത് ഉസ്താദ് അവർകൾക്കും മറ്റുമൊക്കെ റാഹത്ത് നൽകണം. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നേരത്തെ ചെയ്തതൊക്കെ ഉണ്ട്. ഉസ്താദ് അവർകൾ ദ്വാരുന്നിട്ടുണ്ട്, ഇനിയും ദ്വാരക്കും. നാളെയും ഇന്നും നാളെയൊക്കെ ഒരുപാട് സാദാത്തുക്കളും ഉലമാ ഒക്കെ സംബന്ധിക്കുന്ന വേദികളിലൊക്കെ സഹായിക്കും, ദുആ ചെയ്യും. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തൊരു വിഷയം പറയാനുള്ളത്, നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും ഒക്കെ ബാപ്പയും ഉമ്മയും ഇസ്ലാമിൻ്റെ അച്ചടക്ക നടപടി പൂർണ്ണമായും പഠിപ്പിക്കണം, ശരിക്കും പഠിപ്പിക്കണം. അച്ചടക്ക നടപടിയിൽ ഏറ്റവും കാതലായിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഇടയിൽ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നൊരു വിഷയം ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. ഇസ്ലാമിനൊരു സ്വഭാവമുണ്ട്, അത് ആണിലും കാണണം, ആണിനേക്കാൾ അധികം പെണ്ണിലും കാണണം.
എന്താണത്? ലികുല്ലി ദീനിൻ ഖുലുഖുൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ മതത്തിനും ഓരോ സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട സ്വഭാവം അൽ ഹയാ, നാണമാണ്, ലജ്ജയാണ്. സാധാരണ ഒരു ഭാഷയിൽ ഒരു വാക്ക് പറയലുണ്ട്, അതിപ്പോ ഈ ഓൺലൈനിലുണ്ട്, ഞാൻ പറയുന്നില്ല. നല്ല നാണം വേണം, ഹയാ വേണം. ഹയാ ആണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയാ തകരാൻ പാടില്ല. അത് കുടുംബത്തിന്റെ, സ്ത്രീയുടെ ഏറ്റവും മഹത്വമുള്ളൊരു സംഗതിയാണ്. ഈമാൻ ഒരു പെണ്ണിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഹയാ. അതില്ലെങ്കിൽ പിന്നെ എടുക്കാനില്ല. ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ, സഹോദരിമാരോടും ഒക്കെ ഞാൻ പറയട്ടെ, സുബഹി നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിന് മുമ്പോ ശേഷമൊക്കെ ആയി നാടിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോ ഏതെങ്കിലും ഒരാണിന്റെ സാന്നിധ്യത്തില് അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ സാന്നിധ്യത്തില് ഈ എക്സസൈസ് നടത്താൻ ഭയങ്കര സൗകര്യങ്ങളാണ് ഇപ്പൊ പല ഭാഗത്തും. ഇനി ആരും തുറന്നു പറഞ്ഞില്ലാറുണ്ട്, ഉസ്താദന്മാരൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ എക്സസൈസിന് വേണ്ടി അങ്ങനെ പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കാർക്കും ഉണ്ടാകരുത്. വേണ്ട എക്സസൈസ് എന്താന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല എക്സസൈസ് ഉണ്ട്, ഒരു 11 റക്അത്ത് വിത്റാവും. അത് കുറച്ച് കഷ്ടമാണ് ഉസ്താദെ. എക്സസൈസാ പറയണേ, എല്ലാ രോഗവും മാറും. ഏത് രോഗം മാറുണ്ട്? എല്ലാ രോഗം മാറും. തസ്ബീഹിന്റെ എണ്ണം അധികരിപ്പിച്ചുകൊണ്ട് റുക്കോയിലും സുജൂദിലും കുറച്ച് തസ്ബീഹ് അധികരിപ്പിക്കും. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോളൂ. സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, സുബഹിന്റെ മുമ്പ് തഹജ്ജുദിന്റെ നേരത്തുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് തസ്ബീഹിന്റെ എണ്ണം കൂട്ടുക. തസ്ബീഹിന്റെ എണ്ണം നമ്മളൊരു 3 ചൊല്ലി പരിചയമുള്ളൂ. അതെ, ഒരു കുസൂഫ് നിസ്കാരങ്ങാനും വന്ന നമ്മളെ നാട്ടിലെ ആൾക്കാർ ഇന്നാലില്ലാഹി ഇന്നാലി റാജിഊൻ എന്ന് പറയും. ആർക്കും അത് ഒരു പരിചയമില്ലാത്തൊരു നിസ്കാരങ്ങാൻ നിസ്കരിച്ചാൽ എന്റെ മൂല്യരെ എന്ത് പണി ഞങ്ങൾ കാട്ടിയെന്ന് പറയും. നിങ്ങൾ വേറെ എന്തിനും കാത്തിരുന്നാലോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചാലോ നമുക്ക് മടുപ്പുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ ഒരു കല്യാണപ്പരയിൽ എത്തിയെന്ന് കുട്ടിയുള്ളൂ. കല്യാണപ്പരയിൽ എത്തിയപ്പോ കല്യാണത്തിന്റെ പ്രധാനപ്പെട്ട ആള് പറഞ്ഞു, ഒന്ന് ക്ഷമിക്കണേ, അറിയില്ല എന്ന് കുറച്ച് ആള് ഏറെ വന്നുകൊണ്ട് കൊണ്ടുവന്ന 2 ചെമ്പും തീർന്നു, 3ാമത്തെ ചെമ്പ് പാകായിക്കൊണ്ടിരിക്കണം. എത്ര മണിക്കൂർ കാത്തുക്കും നമ്മൾ ആൾക്കാർ? എത്ര മണിക്കൂർ കാത്തു നിൽക്കും? ആ ഒരു പിടി ചോറിനും വേണ്ടിയിട്ടും 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ വേണമെങ്കിലും ചൊല്ലിക്കാത്തിരിക്കും. നിസ്കാരത്തിൽ ഒരു തസ്ബീഹ് എങ്ങാനും കൂടിയാൽ ആ ഇമാമിന് പിറ്റത്തെ വണ്ടിക്ക് പോവാം, അല്ലേ? പിറ്റത്തെ വണ്ടിക്ക് പോയിക്കൂടെ? പിറ്റത്തെ വണ്ടിക്ക് പോവാം. അതല്ലേ നമ്മളവസ്ഥ? ഉസ്താദെ വേഗാക്കണം കാര്യങ്ങളൊക്കെ, സ്പീഡിലേക്കോട്ടെ, കുറച്ചുകൂടി വേഗത്തിലേക്കോട്ടെ. എങ്ങോട്ടാണ് ഈ വേഗത കൂട്ടുന്നത്? ആർക്കാണ് ഇത്രത്തോനെ ധൃതിയിലുള്ളത്? നമ്മളെ സഹോദരിമാരുടെ മാറിടം കാണാൻ അപ്പുറത്തും ഇപ്പുറത്തും സഹോദരിമാരൊക്കെ കൂട്ടം കൂട്ടമായി നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു അന്യപുരുഷന്റെ മുന്നിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തും ഇടത്തും തിരിയാനും മറിയാനൊക്കെ പറയുമ്പോൾ മറിയുന്നതും തിരിയുന്നതും, ഇനി അയാൾ ആസ്വദിക്കട്ടെ ആസ്വദിക്കാതിരിക്കട്ടെ, ദീനിന് അതിനൊരു ഹുക്കുമില്ലേ സഹോദരങ്ങളെ? ഒരു ഹുക്കുമില്ലേ? പിന്നെ പള്ളിയിലും പെണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളെ കൂടെ തന്നെയല്ലേ വരുന്ന, ആരും കൊണ്ടുവരുമല്ലോ. ആരാ നമ്മളെ പെണ്ണിനെ കൊണ്ടുപോവാ? നേരെ അപ്പുറത്ത് തന്നെ ഇരുന്ന് നിസ്കരിച്ചാൽ പോരെ? ആരും കൊണ്ടുപോലേ, ഒരു നാട്ടിൽ പരിചയമുള്ളവരല്ലേ. എന്തിനാ ഇപ്പൊ പരിപാടിക്ക് വാതിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊരു മറ വെക്കണം? എന്തിനാ ഇപ്പൊ തങ്ങൾ ഉസ്താദ് എന്തിനാ ഇപ്പൊ അവിടെ വേറൊരു ഭാഗത്തെ തിരിച്ച് മുഷക്കലായിട്ട് ഇരുത്തിയാ പോരെ? എല്ലാരും ഒരുമിച്ചല്ലേ ഇരിക്കണം, ആരെയും കൊണ്ടുപോകും? ഒന്ന് ചേഞ്ച് വരുത്തിക്കൂടെ? അതിന്റെ പിന്നിലൊക്കെ ഒരു തത്വമുണ്ട്. ഇസ്ലാം കാര്യമായിട്ട് സ്ത്രീകൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ഹയാ. അത് കാത്തു സൂക്ഷിക്കണം. ആ ഹയാ ഇല്ലാത്ത രൂപത്തിൽ സംസാരങ്ങളും സമ്പർക്കങ്ങളും ഒക്കെ കൂടി വന്നപ്പോഴാണ് ഹിജാബ് എന്ന് പറയുന്ന ഒരു നിയമം ഇസ്ലാമിൽ വന്നത്. ഹിജാബിന്റെ ആഗ്രഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. നബിയെ പലരും ഇങ്ങനെ കയറി വരുന്ന വീട്ടിലേക്ക് നേരെ അങ്ങോട്ട് വന്നിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീനൊക്കെ ഫേസ് ടു ഫേസ് സംസാരിക്കുകയാണ്. അവര് മുഖാമുഖമായിട്ട്
അത് അത്ര ശുഭകരമായ ശൈലിയല്ല എന്നിങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതാ വരുന്നു വൈദാ സഅൽതുമുഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബിൻ ദാലികും മത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വന്നാൽ ഒരു വിരിയുടെ അപ്പുറത്തുനിന്ന് ചോദിക്കണേ, നേർക്ക് നേരെ കാണുന്ന രൂപത്തിൽ ഇങ്ങോട്ട് കടന്നു വരരുത്. അതാണ് നിങ്ങളെ കൽബിനും അവരെ കൽബിനും നല്ലത്. ദാലികും മത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. പുറത്തിറങ്ങി പോകുന്ന വിഷയത്തുമായിട്ടാണ് ഹുക്കുമ് ബന്ധിച്ചത്. ഇവിടെ ഇപ്പൊ സഹോദരിമാർ ഈ ക്ലാസ്സിന് വന്നത് ഇൽമു പഠിക്കാനും കേൾക്കാനുമാണ്. അതിന്റെ വിധി എന്താന്ന് ചോദിച്ചാൽ അത് ഫർളാണ്. ഇൽമു പഠിക്കുന്നത് കേൾക്കുന്നത്, അതിനാണ് ഇൽമു പഠിക്കാനും കേൾക്കാനാ വന്നിരിക്കുന്നത്. അതിന്റെ വിധിയല്ല എല്ലാത്തിനും. അതുകൊണ്ട് നമ്മൾ ഹയാ കാത്തു സൂക്ഷിക്കണം. അവിടെ മാത്രമല്ല, എല്ലാത്തിലും. കല്യാണത്തിൽ പ്രത്യേകിച്ച് നമ്മളെ മുസ്ലിം കല്യാണത്തിൽ അടിഞ്ഞാട്ടം ആര് എന്നുള്ള വ്യത്യാസമല്ലാതെ. അജയ് പോയോ? അബാജി പോയോ? ഞാൻ എൻ്റെ മഹല്ലത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഓഡിറ്റോറിയം കല്യാണത്തിന് വിളിക്കരുത്, സന്തോഷം എവിടെ കുത്തിരുന്നതായിരുന്നോളാം, പോകല്ലേ. നിങ്ങൾ വിളിച്ചാലും വരൂല, ആരും വിളിച്ചാലും വരൂല. ആകാത്തോണ്ടാണ് തോന്നുന്നു കണ്ട് ഇടങ്ങറാണ്ട്. പിന്നെ അവിടുന്ന് തല്ലേണ്ടി വരും. പിന്നെ നമ്മൾ പോലും തമ്മിൽ ഒക്കൂല. പിന്നെ എന്തിനാ വെറുതെ പോകണം? നമ്മളെ പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ അങ്ങോട്ട് അഴിഞ്ഞാടാൻ തുനിഞ്ഞാൽ പിന്നെ വല്ല കഥയുണ്ടോ സഹോദരങ്ങളെ? ഒരു ഹയാ വേണ്ട നമ്മുടെ സമൂഹത്തിന്. അഴിഞ്ഞാട്ടം തന്നെ അഴിഞ്ഞാട്ടം, പല രൂപത്തിലുള്ള അഴിഞ്ഞാട്ടം. യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അന്യപുരുഷന്മാരെ കാണുമ്പോൾ ഒരു നാണം എന്ന് പറയുന്നൊരു സംഗതി ഇല്ലേ ഉമ്മമാരെ? അത് ഹയാഇന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം തന്റെ നാട്ടിൽ നിന്ന് മിസ്റിൽ നിന്ന് മദിയനിലേക്ക് യാത്രയായി. മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ കുറെ ആളുകൾ ഒരുമിച്ച് കൂടി തിക്കും തിരക്കും കൂട്ടിയിട്ട് ഒരു കിണറ്റിൽ നിന്ന് അങ്ങനെ വെള്ളം മുക്കുന്നുണ്ട്. ഒരാൾ മുക്കി പകുതിയാവുമ്പോഴേക്ക് അടുത്ത ആൾ ആ തൊട്ടി വാങ്ങി ആൾ മുക്കാൻ തുടങ്ങി. ഒരാളത് ഫുള്ളാക്കാൻ അയക്കുന്നില്ല. ആ സംഭാവന ബക്കറ്റ് ഇങ്ങനെ പോകും. അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞ് ഇങ്ങനെ കിട്ടും. അപ്പോ ഈ ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിട്ട് വെള്ളം മുക്കുന്നതിൻ്റെ ഇടക്ക് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കണ്ണിലൊരു ദൃശ്യം കുടുങ്ങി, ഒരു കാഴ്ച. അപ്പുറത്ത് രണ്ട് സ്ത്രീകള് ഒരു മരത്തിനോട് ചാരി ഇങ്ങനെ, പുറത്തേക്കൊന്നും വെളിവാകാത്ത രൂപത്തിൽ ഒരു മരത്തിനോട് ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രണ്ട് പെണ്ണുങ്ങൾ മാറി നിൽക്കാം അപ്പുറത്ത്. ഇവരിടയിൽ ഒന്ന് തിക്കും തിരക്കും കൂട്ടുന്നൊന്നുമില്ല. അവര് മാറി നിൽക്കാണ് ഒരു ഭാഗത്ത്. മൂസാ നബി അലൈഹി സ്വലാം അവരോട് പോയി ചോദിച്ചു, മാ ഖത്ബുക്കുമാ, എന്താ നിങ്ങളെ വിഷയം? നിങ്ങൾ മാറി നിൽക്കുന്നത് എന്താ? അപ്പൊ അവര് പറഞ്ഞു, ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആഉ. ഈ കാണുന്ന ആട്ടിടയന്മാരും ഒട്ടകത്തെ മേയ്ക്കുന്ന തൊഴിലാളികളൊക്കെ വെള്ളം എടുത്തു പോയതിന് ശേഷമല്ലാതെ ഞങ്ങൾക്ക് വെള്ളം മുക്കുന്ന പതിവില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വന്നത്, ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾക്ക് സഹോദരന്മാരൊന്നുമില്ല, ആകെ ഒരു വാപ്പയുള്ളത്. വാപ്പയാണെങ്കിൽ വാബൂന ഷേഖും കബീർ, വയസ്സായിട്ടുണ്ട് ഉപ്പാക്ക്. ഉപ്പാക്കൂടെ വന്ന് വെള്ളം മുക്കി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ആ തോക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഇവരൊക്കെ പോയതിന് ശേഷേ ഞങ്ങൾ വെള്ളം മുക്കാറുള്ളൂ. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി, നല്ല പെണ്ണുങ്ങളാണ്. നമ്മളാണെങ്കിൽ എന്ത് പറയും? എന്താ നമ്മളെ നാട്ടിൽ പറയും? നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഭാഷ അറിയില്ല. പൗരാവകാശം. അത് ശരി, നിങ്ങൾ മറന്നുപോയോ? ആണ് മുക്കുന്ന പോലെ ഞാനും ഒരു ഇന്ത്യൻ പൗരനാണ്. അങ്ങനെ അറിഞ്ഞ് ഇന്ത്യൻ പൗരനാണ്, എനിക്കും അവകാശമുണ്ട്. എന്താണ് ഈ അവകാശം? എന്താണ് ഈ മുന്നിൽ വന്നിരിക്കുന്നത്? നിക്കാഹിന്റെ വേദിയിൽ ആണുങ്ങൾ ഈ സൊഫിൽ ഇങ്ങനെ മുന്നിൽ നിങ്ങൾ ഇരിക്കും പോലെ നേരെ മുന്നിൽ തന്നെ ഈ ഉസ്താദുമാരൊക്കെ, ഇത്രയും അന്യ ആൾക്കാർ, ഉസ്താദുമാരും തങ്ങന്മാരൊക്കെ വന്നിരിക്കുന്ന ആ സ്റ്റേജിന്റെ നേരെ കാണുന്ന നേരെ മുന്നിൽ തന്നെ ഒരു മറയുമില്ലാതെ പെണ്ണുങ്ങളാണ്ട് വന്നിരിക്കണം. എന്താ ഇപ്പൊ ആണുങ്ങൾ ഇരിക്കും പോലെ ഞങ്ങൾ ഇവിടെ ഇരുന്നാലും ഇവിടെ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടാവും, ഒന്ന് നോക്കട്ടെ. എന്താ വെല്ലുവിളി! ഇത് വെല്ലുവിളിയല്ല, ഹയാ ഇല്ല എന്നതിന്റെ നഗ്നമായ തെളിവാണത്. അപ്പുറത്ത് മറയിലിരുന്നിട്ട് അവരിതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അല്ല സംഗതി. ഇത് നിക്കാഹിന് വന്നിരിക്കുന്ന പെണ്ണുങ്ങൾ മറയിലിരുന്ന നിക്കാഹിന്റെ ദുആയിലൊക്കെ പങ്കെടുക്കലുണ്ട്, സാധാരണയാണത്.
തെറ്റൊന്നുമില്ല. ഇത് ഓപ്പണായിട്ട് മുന്നിൽ തന്നെ വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥതാണ്, ആ കാഴ്ചപ്പാട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഹയാ എന്ന് പറഞ്ഞ സാധനം ഈ വന്ന പെണ്ണുങ്ങൾക്കോ അവരുടെ കുടുംബക്കാർക്കോ ആർക്കും ഇല്ലെന്നാണ്. തിക്കും തിരക്കും കൂട്ടാതെ മാറി നിൽക്കുന്ന ഈ രണ്ട് പെൺകുട്ടികൾക്ക്, പ്രായപൂർത്തിയും പക്വതയും എത്തിയ രണ്ട് പെൺകുട്ടികൾക്ക് അവരെ പാത്രം വാങ്ങിക്കൊണ്ടുപോയി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം വെള്ളം മുക്കിക്കൊടുത്ത് അവരെ യാത്രയാക്കി. നേരത്തെ തന്നെ വീട്ടിലെത്തിയപ്പോ ഇത് ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ മക്കളാ. ബാപ്പ ചോദിച്ചു, അല്ല മക്കളെ ഇന്ന് നേരത്തെ വന്നല്ലോ, സാധാരണ കുറച്ചുകൂടി കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വരല്, ഇന്നെന്താ നേരത്തെ വന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഉപ്പ നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു, ആരാന്ന് വിൽക്കറിയില്ലല്ലോ, ഞങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങൾ എന്താ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളെ പാത്രം കൊണ്ടുപോയി നിറയെ വെള്ളം മുക്കി തന്നു, ഞങ്ങൾ ഇങ്ങോട്ട് വന്നാന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ പറഞ്ഞു, നിങ്ങൾ ആ ചെറുപ്പക്കാരനെ പോയി വിളിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ പറഞ്ഞയച്ചു, കൂട്ടത്തിൽ ഒരു പെണ്ണിനെ. ആ പെണ്ണ് വരുന്ന ശൈലി ഖുർആൻ അവിടെ വിവരിക്കുന്നുണ്ട്. ഫജാഅത്തുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ. നാണം കുണുങ്ങിയിട്ടാണ് ഒരു പെണ്ണ് നടന്നു വരുന്നത്. ആ കൂട്ടത്തിൽ ഒരു പെണ്ണ് എത്ര നാണത്തോടെയാണ്, ഹയാഓടെയാണ് നടന്നു വരുന്നത്. വന്നിട്ട് വളരെ പതുങ്ങിയ ഭാഷയിൽ പറഞ്ഞു, ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. എന്റെ ഉപ്പ നിങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വന്നാ ഞാൻ. ആ പെണ്ണിന്റെ ആ വരവും ആ സംസാരവും ഒക്കെ ശ്രദ്ധിച്ചു ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. അവരെ സംസാരവും അവരെ നോട്ടവും അവർ മാറി നിൽക്കുന്നതൊക്കെ കണ്ടപ്പോഴാണ് ഇവരിലുള്ള ഈമാനിന്റെ ഊക്ക് മനസ്സിലായത്. മൂസാ നബി അലൈഹിസ്സലാം വഴിയറിയാതെ അങ്ങനെ നിൽക്കുമ്പോ ആ വന്ന പെണ്ണിനോട് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടന്നോളൂ, എനിക്ക് വഴിയറിയില്ല നിങ്ങൾ വീട്ടിലേക്ക്. മുന്നിൽ അങ്ങനെ നടന്നപ്പോ ആ ബീവി മുന്നിൽ നടന്നപ്പോ വസ്ത്രം കാറ്റങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഞെരിയാണിന്റെ ഭാഗത്തുനിന്ന് വസ്ത്രം നീങ്ങിയിട്ട് കാല് വെളിവായി. കാല് വെളിവായപ്പോ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒന്ന് നിർത്തിയെന്നു, നിങ്ങൾ പിന്നിൽ നടന്നോളിന്നു, പിന്നിൽ വന്നോളൂ, ഞാൻ മുന്നിൽ നടന്നോളാം. റൂട്ട് തെറ്റിയാൽ ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞു കാണിച്ചു തന്നാൽ മതി, ഇങ്ങോട്ടാ പോകേണ്ടത്, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഇത് രണ്ടും, ഈ സംസാരവും ഈ ഒരു ശൈലിയും മനസ്സിലാക്കിയിട്ടാണ് വീട്ടിൽ പോയിട്ട് ഉപ്പയോട് ആ മഹദി പറഞ്ഞത്, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ. നിങ്ങൾ കൂലിക്ക് വിളിച്ച ഈ ചെറുപ്പക്കാരൻ ഉപ്പ നല്ല ഖുവ്വത്തുള്ള ആളും നല്ല വിശ്വസ്തനുമാണ്, അമാനത്തുള്ള ആളാണ്. ഒരു പെണ്ണിനെ, സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെ കിട്ടിയപ്പോ എങ്ങനെയെങ്കിലും ചേലത്തൊരു പെണ്ണല്ലേ ഒന്ന് കിന്നരിക്കാമെന്ന് കരുതിയിട്ടില്ല, വേറെ ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. മുന്നിൽ പോകുന്ന എന്റെ ശരീരത്തിലെ ഒരു ഭാഗം കാറ്റടിച്ചിട്ട് വെളിവായപ്പോ പിന്നിലാണ് എന്നോട് നടക്കാൻ പറഞ്ഞത്. നല്ല അമാനത്തുള്ള ആളാണ്, അതുകൊണ്ട് നമ്മളെ കുടുംബത്തിലേക്ക് ചേർക്കാൻ പറ്റിയ നല്ലൊരു ചെറുപ്പക്കാരനാണ് എന്നാ ബീവി അഭിപ്രായം പറഞ്ഞു. പിന്നെയല്ലേ ഇത് മൂസാ നബി അലൈഹിസ്സലാമാന്ന് മനസ്സിലാകുന്നത്. മൂസാ നബി അലൈഹിസ്സലാം കാര്യമായും അവരെ കുടുംബത്തിൽ നിന്ന് സഫൂറ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ മക്കളിൽ കണ്ട ഹയാ ആണ്. ഇപ്പൊ സംസാരിക്കുന്നതിനും സമ്പർക്കത്തിനും ഒരു കുഴപ്പമില്ല. രക്ഷിതാക്കളോടൊക്കെ ഞാൻ പറയട്ടെ, ഉമ്മമാരോടും ഉപ്പമാരോടും അച്ചടക്കം പഠിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ മക്കളെ വീട്ടിലേക്ക്, നമ്മുടെ മക്കൾ മറ്റു വീട്ടിലേക്ക് പരീക്ഷയും ട്യൂഷനും മറ്റു പല കാരണങ്ങളും പറഞ്ഞ് കൂട്ടുകാരോടൊപ്പം മക്കളോടൊപ്പം പോയി താമസിക്കുന്നു. ഇപ്പൊ അടുത്തുണ്ടായ ഒരു അനുഭവം കണ്ടോ നിങ്ങൾ? നാടും വീടും പേരൊന്നും ഞാൻ പറയുന്നില്ല. 2 ആഴ്ച തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരിയുടെ കൂടെ പുസ്തകം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ ഒരു 2 മണിക്കൂർ ഓരോ ദിവസം പോയി നിന്നിട്ടേ ഉള്ളൂ. പിന്നെ ആ പെൺകുട്ടി വീട്ടിലെത്തിയിട്ട് ഉമ്മ പറഞ്ഞത് ഒന്നും കേൾക്കുന്നില്ല. ഈ വീട്ടിൽ നിൽക്കാനും ആ കുട്ടിക്ക് താല്പര്യമല്ല. പിന്നെ വിഷയത്തിന്റെ വിശദാംശം അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ എത്ര ശ്രദ്ധിക്കണം, ഇസ്ലാം പറയുന്നതിന്റെ ആഴം ശരിക്കും ഉൾക്കൊള്ളണം. ആ കൂട്ടുകാരിയുടെ വീട്ടിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന വേറൊരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരനുമായിട്ട് കുറഞ്ഞ നേരം സംസാരിക്കാൻ
ഒരു ചെറിയ സമയം ഈ പെൺകുട്ടിക്ക് കിട്ടിയപ്പോഴേക്ക് ഇവളുടെ മനസ്സ് അവനും അവളുടെ മനസ്സ് ഇവളും കവർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഒരന്യ പെണ്ണും അന്യ ആണും തനിക്കുമ്പോ ഇല്ലാവ മാഹുമാ സാലിസുൻ, അവരോടൊപ്പം മൂന്നാമനായ ഒരാളുണ്ട്. ആരാണ് ആ മൂന്നാമൻ? ശൈത്താനാണ്. എന്താണ് അവിടെ ശൈത്താന്റെ പണി? രണ്ടാളെയും ആകർഷിപ്പിക്കുക എന്ന പണിയാണ്. അതാണ് പ്രധാനപ്പെട്ട പണി. അതുകൊണ്ടാണ് ആ തനിക്കുന്ന വിഷയങ്ങളിലൊക്കെ നമ്മൾ കൂടെ ഉണ്ടാകണമെന്ന് പ്രധാനമായും പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ അജ്നബിയത്തിനെയും കൂട്ടിയിട്ട് ഉംറക്ക് പോകുന്നതിനെ പറ്റി ഞാനൊക്കെ പറഞ്ഞപ്പോ എത്ര ആൾക്കാരെന്നറിയാം സിന്ദാബാദും വിളിച്ചിന്റെ നേരെ നിങ്ങൾ നമ്മളെ പണി മുടക്കുന്ന ആളാണ്, ഒരാൾ വന്നിട്ട് നമ്മൾ അന്നം മുടക്കുന്ന ആളാണ്. ഞാനാള് പറഞ്ഞു ഇവിടെ ഉസ്താമാരുണ്ടായി അല്ലെങ്കിൽ എന്റെ ചപ്പക്കുറ്റിക്കൊന്ന് തന്നീന്ന് പറയാൻ. ഞാൻ പറഞ്ഞോടത്താണ് തകരാറ്, ഓല് ചെയ്തോടത്ത് ഒരു തകരാറില്ല. എങ്ങനെ ആ പോണ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ബഹറമുണ്ടായത്? ആ ഗ്രൂപ്പിന് 10-40 പെണ്ണുങ്ങൾ, എല്ലാവർക്കും മൂപ്പരന്റെ ആങ്ങള. എന്താ സംഗതി? ഇത് ഒരു ജില്ലയിൽ മൊത്തം പെങ്ങന്മാരുണ്ടായിക്ക, അല്ലെങ്കിൽ വാപ്പ നേരത്തെ പെണ്ണിട്ടിക്ക. എന്താ പരിപാടി? മക്കത്തുനിന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോകാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഒരുങ്ങുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഒരു പിന്നോട്ടടി. അപ്പൊ വാദി മുഹസബ് എന്നാണല്ലോ യാത്ര പറഞ്ഞ് പിരിയ, മിനയിലെ വാദി മുഹസബ് അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ വരാനിങ്ങനെ ഒരു കൂട്ടുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ച് പറഞ്ഞു, നബിയെ ഇവരെട്ടാളും ഉംറയും ഹജ്ജും വേറെ വേറെ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ മക്കത്തേക്ക് എത്തിയ ഉടനെ തന്നെ എനിക്ക് ഹൈലായി, ഞാൻ ഒരുമിച്ചാ രണ്ടും ചെയ്തത്. അതുകൊണ്ട് ഒരു ഉംറ വേറെ തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ കാത്തിരിക്കേണ്ടി വരും. ഞങ്ങൾ പറഞ്ഞു ശരി. മക്ക ആയിഷ ബീവിക്ക് പരിചയമുള്ളവരെ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. ജീവിച്ച് വളർന്ന നാടാ. കുട്ടിക്കാലത്ത് ഏത് റൂട്ടും അറിയും. അത്ര ധീരതയുള്ള ഒരു പെണ്ണിനെയും കാണാൻ കഴിയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നേർക്ക് നേരെ സംസാരിക്കണമെങ്കിൽ ധൈര്യം വേറെ വേണം. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു സഹോദരനെയും കൂട്ടി പോകാനാണ്. കാരണം നിർബന്ധമായ ഉംറ കഴിഞ്ഞു, ഇത് സുന്നത്തായ ഉംറയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ആദ്യത്തെ നിർബന്ധമായ ഉംറക്ക് നിസ്വത്തും സിഖാത്ത് വിശ്വസ്തരായ സ്ത്രീകളൊക്കെ ഉണ്ട്. രണ്ടാമത്തേനോ മൂന്നാമത്തേനോ ഏറ്റവും ചുരുങ്ങിയ കണക്കൂട്ടൊരു 3 എണ്ണം. പിന്നെ ബാക്കിയുള്ള സിയാറത്തുകൾക്കൊക്കെയോ ഒക്കെ ഈ മെഹ്റം തന്നെയാണ്. ആര്? അമീർ തന്നെയാണ് എല്ലാവർക്കും മെഹ്റം. ആ സംവിധാനത്തിൽ സഹോദരിമാര് പുറപ്പെടരുത്. നിങ്ങളെ സഹോദരനെയോ മകനെയോ ഭർത്താവിനെയോ വിവാഹബന്ധം നിഷിദ്ധമായ ഒരാളെയോ കൂട്ടിപ്പോകണം. അതിനെത്ര ചെലവ് ചെയ്യേണ്ടി വന്നാലും ശരി. അല്ലെങ്കിൽ നിർബന്ധമായ ഉംറ കഴിയുമ്പോ അവിടെയുള്ള ഏതെങ്കിലും ഒരു മെഹ്റം നിങ്ങളെ കൂടെ കൂടണം. തിരിച്ചിങ്ങോട്ടുള്ള യാത്രക്ക് പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിക്കാൻ നിൽക്കാം. അവിടെ ചെയ്യുന്ന അമലുകൾക്കൊക്കെ അവിടെ നിങ്ങളൊരു മോനുണ്ട്, അല്ലെങ്കിൽ ഒരു സഹോദരനുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, അവർ കൂടെ വരണം. എന്നിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മളിത് പറഞ്ഞപ്പോഴേക്ക് ആൾക്കാർക്ക് നമ്മളോട് നമ്മൾ പറയാൻ പാടില്ല. എന്ത് വിഷയങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ സുലഭമായിട്ട്, കുഴപ്പമൊന്നുമില്ലാതെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങൾ പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും കാത്ത് ഞങ്ങൾ അവിടെ കാത്തിരിക്കാം. ഒരു മരം പറഞ്ഞു കൊടുത്ത ആ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കാം, നിങ്ങൾ പോയി ഉംറ നിർവഹിച്ചു വന്നോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെ രണ്ടുപേരും ഒരു വാഹനത്തിൽ, ആങ്ങളും പെങ്ങളുമാണല്ലോ, വാഹനത്തിൽ പോയി തൻഈമിൽ പോയി ഉംറക്ക് ഇഹ്റാം നിർവഹിച്ച് ഉംറ സെപ്പറേറ്റ് വേറെ ചെയ്ത് തിരിച്ചു പോന്നു. ഹദീസിൽ കാണാം, തിരിച്ചു പോരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മളമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ എങ്ങനെ ഹയാവ് പഠിപ്പിക്കേണ്ടി. തിരിച്ചു വരുമ്പോ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഹദീസ് കാണാം, തിരിച്ചു വരുമ്പോ മരുഭൂമിയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പതുക്കെ ജിൽബാബ് ഒന്ന് പൊക്കി. ജിൽബാബ് ഒന്ന് മൂടുപടല്ലേ, അതൊന്ന് പൊക്കിയപ്പോ കാലിന്റെ തുടക്കം ഒറ്റ അടിയാണ് കൊടുത്തു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അത് നമ്മളെ പെണ്ണുങ്ങൾ നാട്ടുകാരൊക്കെ അറിയാം, പിന്നെ എന്തിനൊന്ന് മോമറക്കണം അല്ലേ? കുറച്ചെങ്കിലൊക്കെ നാട്ടിൽ കാണാൻ പറ്റിയ മോറലുള്ളൂ, ഇനി മറക്കണം. ജിൽബാബ് ഒന്ന് പൊക്കിയപ്പോ കാലിന്റെ തുടക്കം ഒറ്റ അടി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ അടിച്ചതിന് എന്തെങ്കിലും പ്രതികരിച്ച പെട്ടെന്ന് ജിൽബാബ് താത്തിട്ടു.
മരുഭൂമിയിൽ ആര് കാണാനാ? മരുഭൂമിയല്ല, അങ്ങോട്ട് നോക്കിയാലും മരുപ്പറമ്പ്, ഇങ്ങോട്ട് നോക്കിയാലും മരുപ്പറമ്പ്. പക്ഷേ സഹോദരനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന അദബാണത്. ഇത് ആരുടെ ഭാര്യയാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എന്റെ പെങ്ങളാണിത്. എന്റെ പെങ്ങൾ അദബ് പഠിപ്പിക്കേണ്ട ഒരു ബാധ്യത ആങ്ങളെ എനിക്കില്ലേ? ആ അദബാണ് ഈ പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ താഴ്ത്തിയിട്ടു, ഒന്നും ചോദിച്ചില്ല. അടി അടിച്ചപ്പോഴേക്കന്നെ ബീവി ആയിഷക്ക് റളിയല്ലാഹു അൻഹ മനസ്സിലായി എന്തിനാ അടിച്ചത്. ഹയാ പഠിപ്പിക്കേണ്ടിടത്തൊക്കെ ഹയാ പഠിപ്പിക്കണം, പ്രത്യേകിച്ചും സമ്പർക്കങ്ങളിൽ. ഉമ്മമാര് നന്നായി ശ്രദ്ധിക്കണം. അടിഞ്ഞാട്ടത്തിന്റെ പ്രധാനമായും ഒരു കാരണം ഉപകരണങ്ങളാണ്. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കേണ്ടതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കണം. ഉപകരണങ്ങളിലൂടെ മനസ്സും ശരീരവും സമ്പത്തും മുഴുവനും കവർന്നു കൊണ്ടുപോകുന്ന തസ്കരന്മാര് ധാരാളമുണ്ട്. അപ്പൊ പഠനത്തിന്റെ കാരണം പറഞ്ഞ് കുട്ടികളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് മാർഗങ്ങൾ ധാരാളം ഉണ്ട്. പക്ഷെ പഠന മേഖല എന്ന നിലക്ക് എല്ലാ ഉപകരണങ്ങളും വേണ്ട രൂപത്തിലും വേണ്ടാത്ത രൂപത്തിലും ഒക്കെ അനുവദിച്ചു കൊടുത്താൽ അതിന്റെ പിന്നിൽ അപകടങ്ങൾ ഒരുപാട് പതിയിരിക്കുന്നുണ്ട്. ഉദാഹരണമായി ഓൺലൈനിൽ നിന്ന് പലതും പകർത്തിയെടുക്കാനാണെങ്കിൽ മുമ്പ് ഒരു ഉസ്താദ് കാണിച്ച പോലെ മാതൃകാപരമായ ഒരു ശൈലി നമുക്ക് സ്വീകരിക്കാം. വീടിന്റെ ഒത്ത നടുത്തളത്തില് ഒരു കമ്പ്യൂട്ടർ, ഓൺലൈൻ സംവിധാനമുള്ള കമ്പ്യൂട്ടർ, കോപ്പി എടുക്കാനുള്ളതൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് പകർത്തി കോപ്പി എടുക്കും. ഡൈനിങ് ഹാളിൽ തന്നെ ഒരു സൗകര്യം ഒരുക്കിയതാണ്. മകനും മകൾക്കൊക്കെ വേണമെങ്കിൽ അതിന് കോപ്പിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പകർത്തിയെടുക്കും. സ്വകാര്യമായിട്ട് സ്വന്തമായിട്ട് ഓരോരുത്തർക്കും ഉപകരണം കൊടുത്താൽ എന്താ ഹാലുണ്ടാകാന്നറിയില്ലേ? കൊറോണ കാലത്ത് നമ്മളെ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് മേലെ എങ്ങനെ നടക്കുന്നുണ്ട്, താഴെ ക്ലാസ് മേലെ എങ്ങനെ ഉസ്താദ് ക്ലാസ് എടുക്കുന്നു, ടീച്ചർ ക്ലാസ് എടുക്കുന്നു. ക്ലാസ് അതിന്റെ മണിക്കൂറാകുമ്പോൾ കഴിയും. മൂപ്പര് അറ്റൻഡ് ചെയ്ത്, അതെല്ലാം ഇവിടെ കാണാൻ കഴിയുള്ളൂ. അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. താഴെ ജില്ലി ജഗല് ഹൈ ലെവൽ സംഗതികൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. നിങ്ങളാ വിചാരിച്ച മാതിരിയാണ്. കുട്ടികളെ മനസ്സും കാര്യങ്ങളൊക്കെ ഏതോ തരത്തിലാണ് കവർന്നെടുക്കുന്നത്. നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊന്നുമല്ല, വേറെ ഏതോ ആളുകൾ താരങ്ങളായി വന്നിട്ട് ഓലെന്തെങ്കിലും കുട്ടിപ്പാട്ട് നടത്തിയിട്ട് അതാണ് മനസ്സിൽ കയറിയത്. പിന്നെ ആ ആളെ കാണാതെ ചിത്രം വരക്കാതെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ നല്ലൊരു ക്ലാസ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടിന്റെ മനസ്സ് വേറെ എവിടെയാണ്. മോളെ എവിടെയാ എന്റെ മനസ്സ്? അത് എന്റെ മനസ്സ് ഇവിടെ തന്നെ, എന്റെ ശരീരം ഇവിടെ തന്നെയാണ്. സ്വകാര്യമായിട്ട് ആ കുട്ടിയെ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അല്ല, അതൊന്നുമല്ല. 4-5 ദിവസം മുമ്പ് ഓൺലൈനിൽ ഞാനൊരു പ്രത്യേകമായിട്ട് ഒരു തരംഗം സൃഷ്ടിക്കുന്ന ഒരു പാട്ട് കേട്ടു. ആ പാട്ടിന്റെ അർത്ഥം അറിയോ? അർത്ഥം അറിയില്ല. ഭാഷ അറിയോ? ഭാഷ അറിയില്ല. ഏതോ പേർഷ്യൻ ഭാഷയുടെ ഒരു ഭാഷയാണ്. ഒരാളിങ്ങനെ എന്തോ ഹേഹുഹു പാടിയപ്പോ അതിന്റെ പിന്നാലെ കുറെ ആൾക്കാർ വന്ന് എസ് മൂളിയപ്പോ ഒരു എസ് ഇവളും അടിച്ചു കൊടുത്തു. അപ്പൊ ഈ കുട്ടി ചിന്തിക്കുന്നത് അതിന്റെ 1-ാം വരി ഓർമ്മയുണ്ട്, 2-ാം വരി കിട്ടുന്നില്ലല്ലോ. 1 മണിക്കൂർ നേരം ഇവിടെ നല്ല മസാല ക്ലാസ് നടത്തിയിട്ടും ഒരു ഹാർഫ് പോലും ആ കുട്ടീന്റെ മെമ്മറി കയറിയിട്ടില്ല. കേറൂല. അടുത്ത വിഷയം വരുന്ന അതിനേക്കാളും ഡേഞ്ചറായ ക്ലാസ്സാണ്, അതും കേറൂല. അന്നത്തെ ദിവസത്തെ ഒറ്റ ക്ലാസ്സും മനസ്സിൽ കയറിയിട്ടില്ല, ഒരു ഹർഫ് പോലും. കാരണം മനസ്സ് മുഴുവനും കിടക്കുന്നത് ആ കേട്ട പാട്ടിന്റെ 2-ാമത്തെ ഒരു വരി ഉണ്ട്, അത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ആശങ്കയിലാണ്. എന്താ കിട്ടാത്തത്? ഇന്ന് വരുമ്പോ ഉമ്മ മൊബൈൽ അവിടെ വാങ്ങി വെച്ചു. മൊബൈൽ ഇപ്പൊ ഉണ്ടെങ്കിൽ ഈ ഒഴിവുള്ള ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒഴിവുള്ള ഒരു 10 മിനിറ്റ് അടിച്ചു നോക്കി 2-ാം വരി ഒന്ന് ഇഫ്ലാക്കായിരുന്നു. എന്തിനാണ് ഈ ഇഫ്ലാക്കുന്നത്? എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അതിലില്ല. എന്താ അങ്ങനെ ആക്കാൻ കാരണം? ആ പാട്ടിന്റെ പിന്നാലെ നോക്കുന്ന സമയത്ത് 1,00,000-ത്തിലധികം ആളുകൾ ആ പാട്ടിന്റെ പിന്നാലെ കേട്ട ഒരു വിഷയം കാണുന്നുണ്ട്, അതിന്റെ വ്യൂസ് പോയത്. അപ്പൊ അതിൽ ഇവളൊരു മെമ്പറായി. ഇപ്പൊ ഇവൾക്ക് ആ ഭാഷ അറിയില്ല, അതിന്റെ അർത്ഥം അറിയില്ല. ആ പാട്ടിന്റെ തരംഗം ഇങ്ങനെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്നറിയാതെ ഒരബോധാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നിയന്ത്രിക്കാൻ കഴിയുന്നിടത്തോളം നിയന്ത്രിക്കണം, സൂക്ഷിക്കാൻ കഴിയുന്നിടത്തോളം സൂക്ഷിക്കണം. ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ഹൈ മേഖലയും ഹൈ ലെവൽ മേഖലയും പാകത്തിലും പക്വതയിലും ഒക്കെ 100% ഒക്കെങ്കിലും മാത്രം പഠിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു പാകപ്പെട്ട അധ്യാപനം, അതാ നല്ലത്. എല്ലാ മേഖലയും കാര്യങ്ങളൊക്കെ തൊടുത്ത് നമ്മളെ മക്കൾ എല്ലാ മേഖലയിലും കയറി ഹൈ ലെവൽ അങ്ങോട്ട് തന്നെ എത്തിച്ചേർന്ന് മേലോട്ട് എത്തണം. ഏറ്റവും ടോപ്പ് മേഖലയിൽ ഏതാ ഉള്ളത്? അതും
അങ്ങനൊന്നും വേണ്ട, പാകത്തിനുള്ളത്. അവർക്കും അവരെ മക്കൾക്കും പരമ്പരക്കും പഠിപ്പിക്കാൻ പറ്റുന്ന പക്വതയിലുള്ള നല്ല ഒരു വിദ്യാസമ്പന്നരായ രീതിയിൽ അവരെ വളർത്തിയെടുക്കണം. അച്ചടക്ക നടപടി നന്നായി പഠിപ്പിക്കണം. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അച്ചടക്ക നടപടി മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ബാപ്പയെയും ഉമ്മയെയും കുടുംബങ്ങളെയും സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാനും ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. സ്വന്തം മകനെ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഉപദേശിച്ചപ്പോൾ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കരുത്തുള്ള ഒരു ഉപദേശം കൊടുത്തത്, മോനെ ലാ തകുൻ അഅജസ മിനദ്ദീഖ്, കോഴിയെക്കാളും നീ ദുർബലനാകരുത്. കോഴി കണ്ടില്ലേ? കോഴിനേക്കാളും നീ ദുർബലനാകരുത്. കോഴി ഫൈന്നഹു യുസബ്ബിഹു ലിൽ അസ്ഹാർ, അത്തായ നേരത്ത് തസ്ബീഹ് ചൊല്ലുന്നൊരു ജീവിയാണ് കോഴി. അല്ലേ? 4 മണിയാകുമ്പോഴേക്ക് കോഴിന്റെ തസ്ബീഹ് തുടങ്ങി. കോഴി തസ്ബീഹ് ചൊല്ലുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം, ദുആഇന് ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചു. അത്തായ നേരത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരു ജീവിയാണ് കോഴി. അതുകൊണ്ടല്ലേ കോഴിനെ പഠിക്കാൻ പാടില്ല എന്നും കൂടി പറയാൻ കാരണം. കോഴിക്ക് ശ്രേഷ്ഠമായ ഇബാദത്തുണ്ട്. കോഴിനെ ഇപ്പം നമ്മളാരും വളർത്തൂലല്ലേ? വളർത്തൽ സുന്നത്തുള്ള ഒരു ജീവി കൂടിയാണ് കോഴി. ഇപ്പൊക്കെ റെഡിമെയ്ഡ് തന്നെ വാങ്ങണം, കണക്ക് അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം പോറ്റി വളർത്തിയ ജീവികളിൽ ഒരു ജീവിയാണ് കോഴി. ആട് മാത്രമൊന്നുമല്ല, കോഴിനും വളർത്തിയിട്ടുണ്ട്. തങ്ങളെ കോഴിന്റെ നിറം പോലും ഹദീസിലുണ്ട്, വെള്ളക്കോഴിയും. വെള്ളക്കോഴിയായിരുന്നു, നല്ല നല്ല കാണാൻ നല്ല ചൊങ്കു ചുരുക്കുള്ള കോഴി. കോഴികളെ വളർത്തണം. കോഴി ഇറച്ചി ഞങ്ങൾ ഭക്ഷിച്ച ഇറച്ചി തന്നെയാണ്, തയ്യാറൊന്നുമില്ല. നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ കയ്യേകാൻ വേണ്ടി പറയും, കോഴിക്ക് ഇങ്ങനെ പുറത്തു കാണുമ്പോൾ ഇങ്ങനെ പലതും ഇങ്ങനെ ഭക്ഷിക്കുന്ന സ്വഭാവമുണ്ട്. മറ്റേ കോഴിക്കാവുമ്പോൾ പിന്നെ ആ സ്വഭാവമല്ല. മറ്റേ കോഴിക്ക് ഡയറക്റ്റ് മരുന്ന് അടിച്ച് കയറ്റുകയാണ്. അതുകൊണ്ട് പിന്നെ ആ കുഴപ്പമില്ലാതെ വരില്ല. വില കുറവനുസരിച്ചങ്ങനെ വാങ്ങിയാൽ മതി എല്ലാവരും. അങ്ങനെ ഇപ്പുറത്ത് അങ്ങനെ ഒരു ഭാഗത്തൂടെ ചെലവഴിക്കും ചെയ്യാം. അങ്ങനെ സമൂഹം ജീവിക്കുമല്ലോ. ഒരു ഭാഗത്തൂടെ അങ്ങനെ പോകുക, ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോകുമ്പോ അല്ലേ? കൊല്ലം കൊല്ലം നമ്മളെ നാട്ടിൽ വർദ്ധിക്കുന്ന സംഗതികൾ അതല്ലേ? കൊല്ലം കൊല്ലം നമ്മളെ നാട്ടിൽ വർദ്ധിക്കുന്ന സംഗതി എന്താ? എല്ലാരും അതാ പറഞ്ഞ ഹോസ്പിറ്റലിൽ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താന്ന് ചോദിച്ചാലും നമ്മൾ പറയില്ല. പ്രധാനമായും ഞാൻ ആർക്കും എതിരായിട്ട് പറയല്ല. നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയ കൃഷികളിൽ ഒന്നാണത്, സുന്നത്തും കൂടിയാണ്. ആ കോഴിയുടെ കൂവൽ അത് കേട്ടിട്ട്, മോനെ നീ ഉണർന്നിട്ടില്ലെങ്കിൽ നീ കോഴിനെക്കാളും ദുർബലനാണ്. മോനെ വിളിച്ച് ഉപദേശിച്ചതാണ്, ലാ തകുൻ അഅജസ മിനദ്ദീഖ്. നല്ല അദബ് പഠിപ്പിച്ച മോനോട് സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് കോഴി കൂകുന്നതിന്റെ മുമ്പ് നിന്റെ സാന്നിധ്യം ഉണ്ടാകണം അള്ളാഹുവിന്റെ മുന്നില്. കോഴി നിന്റെ മുമ്പ് എഴുന്നേറ്റ് തസ്ബീഹ് ചൊല്ലുന്ന ഒരു സമയമാകുമ്പോ നീ വീണ്ടും ഉറങ്ങുകയാണെങ്കിൽ കോഴിനെക്കാളും ദുർബലനായി. അങ്ങനെ ആകരുത്. മകനെ പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ്. ആകെ ഒരൊറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ഉപദേശത്തിന്റെ ഒരു കരുത്തുകൊണ്ട് മാത്രമാണ് ആ മകൻ മൂമിനായത്. മൂമിനായ നിലക്ക് ഉപ്പയോടൊപ്പം ജീവിച്ച് ഉപദേശം ഇങ്ങനെ കിട്ടി ഉപദേശത്തിന്റെ ഭാരം ശരീരത്തിന് താങ്ങാവുന്നതിലപ്പുറവും എത്തി ചിന്തിച്ച് ഉപദേശത്തിന്റെ ഊക്ക് കൊണ്ട് തന്നെയാണ് മകന്റെ ജീവിതവും അന്ത്യത്തിലേക്ക് പോയത് എന്നും കാണാം ചരിത്രത്തിൽ. പക്ഷെ ബാപ്പ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ മകൻ സ്വീകരിച്ചിട്ടുണ്ട്. ബാപ്പ പ്രധാനമായും മകന് പറഞ്ഞു കൊടുത്ത 10 ഉപദേശങ്ങൾ സൂറത്തുൽ ലുഖ്മാനിൽ കാണാം. അതിൽ എന്തെല്ലാം ഉപദേശങ്ങളുണ്ട്? ആദ്യമായി കൊടുത്ത ഉപദേശം ഈമാനുമായി ബന്ധപ്പെട്ട. രണ്ടാമതായി കൊടുക്കുന്ന ഉപദേശം യാ ബുനയ്യ അഖിമിസ് സ്വലാഹ്, നിസ്കാരം കൃത്യമായി നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് നീ ആരോടും കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകരി, തിന്മയെ തൊട്ട് നീ വിലക്കണം. വസ്ബിർ അലാ മാ അസ്വാബക്, നിനക്ക് എത്തുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് ക്ഷമിച്ചു മുന്നോട്ട് പോകണം. എന്നിട്ട് അടുത്ത് കൊടുക്കുന്ന ഉപദേശം ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യതി ബിഹല്ലാഹ്. ആത്മീയ ഉപദേശം. ഏത് നിസ്സാരമായ സ്ഥലത്ത്, സ്വകാര്യമായ സ്ഥലത്ത് പോയി എന്ത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും യതി ബിഹല്ലാഹ്, അല്ലാഹു അതറിയും അല്ലേ? ഇപ്പോ കുട്ടി ഉറങ്ങാണ്, നമ്മളെ മോനെ മോള് ഉറങ്ങാണ്. പക്ഷെ രാവിലെ വിളിക്കുമ്പോ എത്ര ആയിട്ട് ഉറക്കം ഉണരുന്നില്ല.
നമ്മളെ കാഴ്ചപ്പാടിൽ നമ്മൾ പോയി നോക്കുമ്പോൾ ഉറങ്ങല്ലേ, നല്ലോണം പരിശോധിക്കണം. ഉറങ്ങല്ല. മൊബൈലൊക്കെ ഉസ്താദ് അതോ സാധാരണ വെക്കുന്നിടത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മൊബൈലൊക്കെ ഇങ്ങനെ ഓഫായ രീതിയിലല്ലേ. മൊബൈലൊക്കെ ഓണായി അതിന്റെ മട്ടത്തിലാണ്. ഇപ്പൊ കാതിലേക്കൊന്ന് മെസ്സേജ് കൊടുക്കാൻ ചെറിയ ഒരു സാധനമാണ് അല്ലേ, കാതിൽ വെക്കാൻ. അത് കാതിലിങ്ങനെ വെച്ച് അമർത്തി കിടന്നാൽ പിന്നെ കാതിലൊന്നും കാണാനല്ലോ. ഒരു കാതിലൂടെ കേട്ട് ശരിക്കും ഇങ്ങനെ നല്ലവണ്ണം വിസ്മയത്തോടെ കിടക്കാണ്. 2 മണി 3 മണി സമയമാകുന്നത് വരെ ഉറക്കമൊഴിച്ചിട്ട് ആരോഗ്യം കളയുന്ന നമ്മുടെ മക്കളാകരുത് മക്കള്. ഈ കേൾക്കുന്നതൊക്കെ എത്ര അനിവാര്യമായ കേസാണെങ്കിലും അതിനൊക്കെ ഒരു അതിർത്തി ഉണ്ട്, അതിർവരമ്പുണ്ട്. അവിടെ നിർത്തണം. പാടി ഒഴിവാക്കിയിട്ട് അതൊന്ന് ചേർത്തി വിടുക. എന്നിട്ട് അത് എത്ര ആളുകളിലേക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, കൈമാറ്റം ചെയ്യാൻ പറ്റുമോ അത്രയും ആൾക്കാരിലേക്ക് കൈമാറ്റം ചെയ്യാം. അതങ്ങനെ ക്ലിക്കായോ എന്നാ പിന്നെ അതന്നെ ബിസിനസ്. ഇനി വേറൊന്നുമില്ല, അതന്നെ ബിസിനസ്. പ്രധാനമായിട്ട് അതന്നെ ബിസിനസ്. നിങ്ങളൊന്ന് അടിച്ചു നോക്കി വ്ളോഗർമാർ എത്ര ഉണ്ട്? ആണുങ്ങളും പെണ്ണുങ്ങളും ആരാണോ കൂടുതൽ? പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ എത്ര ഉണ്ട്? സാമ്പത്തിക രംഗത്തെ ദുരുപയോഗം എന്ന് പറഞ്ഞാൽ അതിലപ്പുറാണ്, ധാരാളം ഉണ്ട്. നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. നല്ല അച്ചടക്കങ്ങൾ അവരെ പഠിപ്പിക്കണം. അത് നിർബന്ധ ബാധ്യതയാണ്. ബാപ്പാക്ക് മക്കളെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ്. അവരെ ഓത്ത് പഠിപ്പിക്കുന്നതോടൊപ്പം അദബ് നന്നായി പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. മര്യാദകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കിൽ വരെ, പ്രവർത്തനത്തിൽ വരെ നിയന്ത്രണ വിധേയമാക്കി തന്നെ മക്കളെ കൊണ്ട് നടക്കണം. ഇൻ ഹഖിൽ വാലിദി അലൽ വലദി അൻ യുഹ്സിന ഇസ്മഹു വ യുഹ്സിന അദബഹു. നല്ല അദബ് പഠിപ്പിക്കണം. ആ അദബിന്റെ കൂട്ടത്തിൽ മകനോട് പറഞ്ഞ കൂട്ടത്തിൽ നോക്ക് നിങ്ങൾ, വഖ്സുദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറഞ്ഞു, മോനെ സംസാരിക്കുമ്പോൾ മിതമായി സംസാരിക്കണം. ആരോട് സംസാരിക്കുകയാണെങ്കിൽ മിതമായ സ്വരത്തിൽ നീ സംസാരിക്കണം, സൗണ്ട് കുറച്ചിട്ട്. നിന്റെ നടത്തം കണ്ടാൽ ഒരു അഹങ്കാരിയായി തോന്നാൻ പാടില്ല. അതുപോലെ തന്നെ നിന്റെ നടത്തം കണ്ടാൽ ഒന്നിനും പറ്റാത്ത ആളായിട്ട്, ഒരു എന്തോ രോഗമുള്ള ആളായിട്ടും തോന്നാൻ പാടില്ല. ഒരു മിതമായ നടത്തം, ഏറെയും വേണ്ട കുറച്ചിലും വേണ്ട. മുന്നിൽ വന്ന് മദ്ഹ് പറഞ്ഞ ചെറുപ്പക്കാരനോട് ഉമർ റളിയല്ലാഹു പഠിപ്പിച്ച അദബല്ലേ വഫാത്തിന്റെ തൊട്ടു സമയത്ത്, വഫാത്താകാൻ നിൽക്കുന്ന സമയത്ത്. അപ്പോഴാണ് ആൾക്കാർ മനസ്സിലായത് ഉമർ റളിയല്ലാഹുവിന്റെ ദീനി സ്പിരിറ്റ് എത്രയാണ്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ നിങ്ങൾ എന്തിനു പേടിക്കണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി പോയി, വഹുവ അൻക റാളിൻ. നിങ്ങൾ തൃപ്തിപ്പെട്ടല്ലേ പോയത്? 2 വർഷം നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ ഖിലാഫത്തിലും മറ്റുമൊക്കെ സഹകരിച്ച് നിങ്ങൾ ശരിക്കും ജീവിച്ചു. അവരും വഫാത്തായി, നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടാണ്. ഇതൊക്കെ മദ്ഹ് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ സന്തോഷിപ്പിച്ച് തിരിച്ചു പോകുമ്പോ, നമ്മൾ ഇത്രയും സന്തോഷിപ്പിച്ച ഒരാളോട് ഇനി എന്തെങ്കിലുമൊക്കെ വിഷയം കണ്ടാ പറയാനൊക്കോ എന്ന നിലക്ക് ഉമർ റളിയല്ലാഹുവിനെ കിടക്കുന്ന കിടത്തത്തിൽ ഇത്രയും കുത്തേറ്റിട്ട് വെള്ളം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ചില കൊയലിലൂടെ പുറത്തേക്ക് വരികയാണ്, താഴോട്ട് പോകാതെ. അബോധാവസ്ഥയും ഉണർവൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് ഒന്ന് തല പൊക്കിയപ്പോ ഈ ചെറുപ്പക്കാരന്റെ തുണി താഴോട്ട് ഇറങ്ങിയതാ കാണുന്നത്. തിരിച്ചു വിളിച്ചു. നമ്മൾ ചെറിയ കുട്ടിയാണ്, 4ാം ക്ലാസ്സിലെ കുട്ടിയാണ്. കാലും കയറ്റിയിരുന്നിട്ട് നമ്മൾ പേപ്പർ വായിക്കാണ്. അവിടെ ഇരിക്കാനാക്കോ വാപ്പ? ഇരിക്കാനാക്കോ? ഇല്ല. നമ്മളെ വാപ്പ പറഞ്ഞാൽ പണ്ട് ഓത്തുപള്ളി പഠിച്ച വിവരേ ഉള്ളൂ. പക്ഷെ ആലിമീങ്ങളോട് മറ്റൊക്കെ സഹവസിച്ചുള്ള ആ ബഹുമാനം കൊണ്ട് അവിടെ ഇരിക്കാനാക്കൂല. കൈ പിടിച്ചും കൊണ്ട് നീച്ചിങ്ങനെ മൂത്താപ്പരുണ്ട്, കുപ്പായം തൊട്ടില്ലെങ്കിൽ പോയി മാറ്റി വരാം. അപ്പോ ബഹുമാനം എന്ന് പറയുന്ന സംഗതി നന്നായി പഠിപ്പിക്കണം. ഇപ്പൊ അടുത്ത് ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ സംഗതി നല്ല പ്രവർത്തകനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അദബ് പഠിപ്പിക്കാത്ത കുറവാണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും എൻ്റെ കൂടെ 2 ഉസ്താദന്മാരുണ്ട്. ഞങ്ങളൊന്നില്ലെങ്കിൽ ഈ കോലൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഇങ്ങനെ ഇൽമ കുറവാണ്, ഈ ഒരു തലക്കെട്ടതൊക്കെ അല്ലേ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ ലോഹറിലെങ്കിലും ഒന്ന് ബഹുമാനിക്കാൻ നിൽക്കുക. ബഹുമാനം തിരില്ലെങ്കിൽ നമ്മളോട് പരാതി പറഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ സത്യത്തിൽ കുട്ടി എഴുന്നേൽക്കാത്തതല്ല നമുക്ക് വിഷമായത്. കുട്ടി ആ ചെറിയ ട്രൗസർ ഇട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇല്ലേ? നമ്മളെ മക്കളൊക്കെ 2 മണിക്കും 1 മണിക്കൊക്കെ ജിഹാദ് കഴിഞ്ഞ് ട്രൗസർ ഇട്ട് വരുന്നുണ്ടല്ലോ. നിങ്ങൾ ജിഹാദ് കാണില്ലേ? സുബ്ഹാനല്ലാഹ്. ജിഹാദ് ജാഹിദൂ ഫില്ലാഹി ഹഖ ജിഹാദി പറഞ്ഞിട്ട് കുട്ടികൾ കളിച്ച് മത്സരിച്ച് ഇതായിട്ട് വരില്ലേ. സുബഹിക്കൊക്കെ അവര് വക്തിന് എത്തുന്നത്. അതുകൊണ്ടല്ലേ നമ്മളെ മക്കള് 2 മണിക്കും 3 മണിക്കൊക്കെ അല്ലേ വാതിൽ തുറന്നു കൊടുക്കാനൊക്കെ എല്ലാവരും റെഡിയല്ല. അതൊക്കെ ഇപ്പൊ പ്രായത്തിലുള്ളതല്ലേ.
നമ്മളൊക്കെ ആ പ്രായത്തിൽ അങ്ങനെ കളിച്ചിട്ടില്ല, അങ്ങനെ വളർന്നു ഉഷാറായത്. അതിനൊക്കെ ഒരു പ്രായമുണ്ട്. ആ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാം പറഞ്ഞൊരു തീരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആർക്കും അറിയാഞ്ഞിട്ടില്ല. പക്ഷെ ആ ഭൗതികതയോട് അത്രയും മതിപ്രസരമാണ് ഓരോരുത്തരും കൽബിൽ. അതുകൊണ്ടാണ് നിക്കറിട്ട് ആ +2 കാരൻ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കൂട്ടത്തിൽ വേറെ ഒരു ഉസ്താദുണ്ട്, പ്രായമുള്ളൊരു ഉസ്താദുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ നമ്മളിപ്പോ പോവുക, പിന്നെ വരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ്. അപ്പൊ ഈ കുട്ടി ഈ നിക്കറിട്ട് അങ്ങനെ ഇരിക്കണം, എന്നാ ആ കുട്ടിക്കുണ്ട് ഒരു കുറവ്, ഒരു ഹയാ. പഠിച്ചോനെ, എന്നെ കാണാത്ത ആൾക്കാരായി വരുന്നത്. ഞാനിപ്പോ ഈ ഷെഡി ഇട്ടാണ് ഇരിക്കണെന്നുള്ളതെങ്കിലും അതിന് വാതിൽ വെല്ലടിച്ചാലും തുറന്നു വരുമ്പോ തന്നെ ആ നിക്കറിട്ടില്ലേ വരുന്ന ആ കയറിക്കോളി. ഈ നിക്കറിട്ടിട്ടുള്ള ഈ ശൈലി, ഈ ഒരു സ്വഭാവം പാശ്ചാത്യതാണ്. എന്തിനാ നമ്മൾ ആൾക്കാർ ഇത് കടെടുത്തിട്ടുള്ളത്? അങ്ങനെയാണ് വീട്ടിന്റെ ഉള്ളിൽ മൊത്തം. കുറച്ച് കഴിഞ്ഞപ്പോ ചായ കൊണ്ടുവരുന്നവരെ ഈ നിക്കറിട്ടിട്ടാണ്. ഞാൻ എന്നിട്ട് ആ വാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, ചായയും വെള്ളമൊക്കെ നിങ്ങൾ കൊടുന്നാ മതി, കുട്ടിനെ കൊണ്ട് കൊണ്ടിരിപ്പിച്ചണ്ട. നേർക്കേറെ മൂപ്പര് ഇത് പറഞ്ഞിട്ടെങ്കിലും മനസ്സിലായിക്കൊണ്ടിരുന്നുണ്ട്, മൂപ്പർക്ക് മനസ്സിലാണ്ട്. നിങ്ങൾ കൊടുന്നാ മതി, മോനെ കൊണ്ട് കൊണ്ടിരിപ്പിച്ചണ്ടെന്ന് പറഞ്ഞിട്ട് സംഗതി മനസ്സിലാണ്ടേ. ഈ പ്രായമുള്ള ഉസ്താദിന്റെ അടുത്തേക്കും ആ ചെറിയ ട്രൗസർ ഇട്ടിട്ടാണ് ഈ ചായം കൊണ്ട് വരാൻ പോകുന്നത്. 6 വർഷം ശൈലിയാണത്. ഇതാണ് മാത്രമല്ല, പെണ്ണും അങ്ങനെയാണ്. എന്നിട്ട് ആ ഒരു ബനിയന്, എന്ത് ബനിയനാണ്, ഒരു ടീഷർട്ട്, അത് ഇട്ടിട്ട് സുബ്ഹാന മൻ ജല്ല ജലാലുഹു, അത് ഇട്ടിട്ട് ആണും പെണ്ണും വീടിന്റെ മുറ്റത്തും മറ്റുമൊക്കെ. അപ്പുറത്തുള്ള ഒരു വീട്ടുകാര് അയലൊക്കക്കാരാണെങ്കിലും ഇത് കാണുന്നതിൽ ഒരു സത്യത്തിൽ സഹോദരങ്ങളെ ഒരു ഹയാവ് വേണ്ടേ? വീട്ടിന്റെ ഉള്ളിൽ അങ്ങനെ നടക്കും പോലെയാണോ മുറ്റത്തും പരിസരത്തും ഒക്കെ അങ്ങനെ നടക്കുന്നത്, പുറത്തേക്ക് അങ്ങനെ പോകുന്നത്? അതിനൊരു ശൈലി വേണ്ടേ? നന്നായി പഠിപ്പിക്കണം. വസ്ത്രധാരണ ശൈലി എന്ന് പറഞ്ഞാൽ ഹയായിൽ മുഖ്യമായ ഒരു സംഗതിയാണ്. പെണ്ണ് ആണിന്റെ കോലവും ആണ് പെണ്ണിന്റെ കോലവും കെട്ടാൻ പാടില്ല, ഹറാമാണ്, വൻകുറ്റമാണ്. ലഅനല്ലാഹു റജുല, ഒരു പുരുഷനെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. യൽബസു ലുബ്സത്തൽ മർഅ, പെണ്ണിന്റെ വേഷം ചമയുന്ന പുരുഷൻ. വലഅനല്ലാഹുൽ മർഅ അല്ലതി തൽബസു ലുബ്സത്തർ റിജിൽ, ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണ്. നിയമത്തിൽ മാറ്റല്ലേ? നമ്മൾ ഉംറക്ക് പോയാൽ അഫ്ളലായ ഒരു ശൈലിയാണ് ഹജ്ജിനും ഉംറക്കും മുടി കളയാന്നുള്ളത്, അല്ലേ? ആണുങ്ങൾക്ക്. പെണ്ണിന് മുടി കളയാൻ പറ്റുമോ? പാടില്ല, തെറ്റാണത്. എന്റെ ഈ ഉംറക്ക് എന്റെ മുടി മുഴുവനോട് ഷാഹിദായിക്കോട്ടെ കടാൻ പറ്റുമോ? പെണ്ണ് കളയാൻ പാടില്ല. പെണ്ണൊരു 3 മുടിയിൽ നിന്നൊരു 3 മുടിയുടെ തുമ്പെടുത്തൊന്ന് വെട്ടി തഹല്ലുലാകണം. എന്തേ അങ്ങനെ വെച്ചത്? മുടി കളയാൻ ആളില്ലാഞ്ഞിട്ടോ ബ്ലേഡില്ലാഞ്ഞിട്ടോ മറ്റൊന്നും ആണോ? കത്തില്ലാഞ്ഞിട്ടോ അല്ല. അത് ആണിനൊരു ആകൃതി വേറെയുണ്ട്, പെണ്ണിനൊരു ആകൃതി വേറെയുണ്ട്. ആ ആകൃതി എപ്പോഴും നിലനിർത്തേണ്ടതാണ്. അതിനാണ് ഇബാദത്തിൽ വരെ അങ്ങനെ ഒരു മാറ്റം ഇസ്ലാം വെച്ചത്. ആണിനെ പോലെ മുഴുവനും മുടി കളയാൻ പെണ്ണിനെ നിർദ്ദേശിക്കപ്പെട്ടില്ല, പാടില്ല എന്നാണ് തത്വം. ഇതേ രൂപത്തിൽ മുടി വെട്ടുന്നിടത്തും വസ്ത്രം ധരിക്കുന്നിടത്തൊക്കെ അങ്ങനെയാണ്. നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾ ആണിന്റെ വേഷം പെണ്ണും പെണ്ണിന്റെ വേഷം ആണും മാറി ധരിക്കുമ്പോ അവിടെ സൂചിപ്പിക്കണം ഇത്. തുടക്കത്തിൽ 5ാം ക്ലാസ്സിലെ തുടക്കത്തില് ജ്യേഷ്ഠന്റെ മൊത്തം, അതായത് സ്വന്തം അടുത്ത ക്ലാസ് മേലുള്ള ജ്യേഷ്ഠന്റെ നിക്കർ എടുത്തിട്ട് പെൺകുട്ടി ധരിച്ച് നടക്കുമ്പോ അവിടെ പറയേണ്ടതാണിത്. അവിടെ നിയന്ത്രിച്ചില്ലേ മേലോട്ടൊക്കെ അത് പോകും. അവിടെ തുടക്കത്തിൽ പറയണം, നീ നിന്റെ ഉടുപ്പിടണം. ആ പാന്റും ആ ടൈറ്റ് ഫിറ്റും ആ ട്രൗസറും നീ ധരിക്കേണ്ടതല്ല, അത് നിന്റെ സഹോദരന് വാങ്ങിയത്, അത് അയാൾ ധരിച്ചോളൂ. അവിടെ ശീലിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള കോലങ്ങളൊക്കെ കാണേണ്ടി വരും. പുറത്തിറങ്ങുമ്പോഴും ആ കോലങ്ങൾ കണ്ടിട്ട് ഇടങ്ങേറാണ്. ഉമ്മമാരോട് പറയട്ടെ, കുട്ടികൾക്ക് അലങ്കാരവും കാര്യങ്ങളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ അലങ്കാരം, ഏറ്റവും വലിയ ഹൈറ് ഒരു പെണ്ണിന് എന്താണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണുങ്ങളെ സദസ്സിൽ ചോദിച്ച ഒരു ചോദ്യം. ഒരു പെണ്ണ് ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഹൈറ് എന്താണ്? ആണുങ്ങൾ ആരും മറുപടി പറഞ്ഞില്ല. ആണുങ്ങളൊക്കെ പിരിഞ്ഞുപോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും സഭ കൂടിയപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞു. ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞു. എന്താ ഉത്തരം കിട്ടിയതെന്ന് വെച്ചു. അല്ലാ യറൈന റിജാല വലാ തറൗനഹു വലാ യറൗനഹാ, പുരുഷന്മാരെ, അന്യ പുരുഷന്മാരെ ആ പെണ്ണ് തീരെ കാണാതിരിക്കലും
അന്യപുരുഷന്മാർ ആ പെണ്ണിനെ കാണാതെയുമുള്ള ഒരു സ്വകാര്യ ജീവിതമാണ് ഏറ്റവും ഹൈറ്. ഇതാരാ പറഞ്ഞത് എന്ന് ചോദിച്ചു അലി റളിയല്ലാഹു അൻഹുവോട്. അതും ആരുമല്ല, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞാണ് എന്ന് പറഞ്ഞു. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എങ്ങനെ പറയാതിരിക്കും? ഫഇന്നഹു മിൻ ഖിത്അതി കബ്രിഹി, അത് എന്റെ കരളിന്റെ ഭാഗമല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവരിൽ നിന്ന് കിട്ടിയ ഈ മറുപടിയാണ് ഏറ്റവും നല്ല ഹൈറ്. ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും നല്ല ഹൈറതാണ്. ഉമ്മമാരെ സൗകര്യം കിട്ടുമെങ്കിൽ, സിയാറത്തിനൊക്കെ പോകാൻ പറ്റുമെങ്കിൽ വിദേശത്തേക്ക് റാബിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിലൊന്ന് പോകണം. എത്ര ഉള്ളിന്റെ ഉള്ളിലാണ് റാബിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ. എന്താണ് ആ ഖബർ അങ്ങനെ സംവിധാനിക്കാനുള്ള കാരണം? ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ജീവിതത്തിൽ അദബും അങ്ങനെ തന്നെയായിരുന്നു. ഒറ്റക്ക് ജീവിച്ചിട്ട് പോലും ഒരു കള്ളന് പോലും ആ പുരേ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അള്ളാഹു വലിയ പ്രൊട്ടക്ഷൻ നൽകിയില്ലേ? നമുക്ക് മറ്റു പലതും പേടി ആയതുകൊണ്ടാണ് വേറെ പല പ്രൊട്ടക്ഷനും നിൽക്കേണ്ടി വരുന്നത്. പടച്ച റബ്ബിനെ നേർക്ക് നേരെ പേടിണ്ടെങ്കിൽ കാവൽ അള്ളാഹു തആല തരൂലേ? എത്ര പ്രാവശ്യം കള്ളം കയറിയിട്ട് കള്ളം വസ്ത്രങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയ ഭാണ്ഡം എടുത്തുകൊണ്ടുപോകാൻ നോക്കി. എത്ര തോളിലേറ്റ് പുറത്തേക്ക് ഇറങ്ങിയാലും ചുമര് മാത്രം വാതിലില്ല. പിന്നെയും കെട്ടുവെച്ച് വാതിൽ തുറന്നു നോക്കുമ്പോൾ വാതിലുണ്ട്, തുറക്കുന്നുണ്ട്, അടയുന്നുണ്ട്, തുറന്നു വെച്ചിട്ട് പിന്നെയും ചുമടേറ്റി പിന്നെയും പോകുമ്പോൾ ചുമര് മാത്രം വാതിലില്ല. നിങ്ങൾ നോക്ക്, വാതിലാര കൊണ്ടുപോയത്? വാതിൽ അവിടെ അല്ലേ? ഇങ്ങനെ തപ്പി കളിച്ച് 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 ഒരു നിലക്കും ഈ വസ്ത്രങ്ങൾ ചാക്കിലേറ്റ് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോ റാബിയ ബീവി റളിയല്ലാഹു അൻഹ താജ് നമസ്കാരം കഴിഞ്ഞ് ഒന്ന് മയങ്ങിയതാണ്, സുബഹിന്റെ അല്പം മുമ്പ്. അപ്പയാണ് ഈ സമയത്താ കയറിയത്. അപ്പ വിളിയാളം കേട്ട് പേടിച്ചിറങ്ങിപ്പോയില്ലേ? ഇറങ്ങിപ്പോകണം. ഫഇന്നാമൽ ഹബീബു ഫസുൽത്താനു യഖ്ലാൻ, എന്റെ ഹബീബായ, എനിക്ക് സ്നേഹം നൽകിയിട്ട്, എനിക്ക് അദബ് നൽകിയിട്ട്, എനിക്ക് ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട റാബിയ ബീവി റളിയല്ലാഹു അൻഹ ഉറങ്ങുകയാണെങ്കിലും ഈ വീടിന്റെ മേലധികാരിയായ റബ്ബ് തആല അവൻ ഉണർവിലാണ്, അവൻ നിന്നെ കാണുന്നുണ്ട്, വേഗം ഇറങ്ങിക്കോ. ആ ശരീരി കേട്ടിട്ട് ഇറങ്ങിപ്പോയില്ലേ അവിടുന്ന്? എന്തൊരു വലിയ പ്രൊട്ടക്ഷനാണ് അല്ലാഹു തആല നൽകിയത്. ഒറ്റക്ക് താമസിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 12 കൊല്ലമല്ലേ സഫൂറ ബീവി റളിയല്ലാഹു അൻഹ ആടിന്റെ പാലും കറന്നിട്ട് ഒരേ സ്ഥലത്ത് താമസിച്ചു കൂടിയത്? ആരെങ്കിലും കെട്ടുണ്ടായോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അള്ളാഹുവിലുള്ള ഖൗഫാണ് പ്രധാനം. നിയമബന്ധിതമായി നമ്മുടെ മക്കളെ സംരക്ഷിച്ച് വളർത്തി ആ രൂപത്തിൽ തന്നെ ജീവിതം അവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുത്ത് ജീവിക്കണം. റബ്ബ് തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിലും പേരമക്കളിലുമൊക്കെ ദീനിന്റെ സ്വലാഹിയത്ത് അല്ലാഹു തആല ദായിമാക്കി നൽകുമാറാകട്ടെ. നല്ല ഹുലുക്കും നല്ല സ്വഭാവവും നല്ല സംസ്കാരവും പകർന്നു കൊടുത്ത് നാളത്തെ നല്ല വാഗ്ദാനങ്ങളാക്കി നമ്മുടെ മക്കളെയും പേരമക്കളെയും ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന, ദുനിയാവിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി വളർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരെ ഇൽമിലും പഠനങ്ങളിലും മറ്റുമൊക്കെ അള്ളാഹു ഉയർച്ച നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനം അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളൊക്കെ ദീനിന്റെ ഖിദ്മത്തിലായി മുന്നേറുന്നതിന് എല്ലാവിധ സന്തോഷവും ബറക്കത്തും അള്ളാഹു ദായിമാക്കി നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരിമാരുടെ ശ്രദ്ധക്ക് പരിപാടി സമാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ സഹോദരിമാർക്കും മുകളിലേക്ക് കയറാനുള്ള വാഹനം സംഘാടകർ ഇവിടെ ഏർപ്പെടുത്തി.